ഈ പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി വേദിയിലിരിക്കുന്ന RJ കൂടിയായ ശ്രീ സൂരജ്, ഇവിടെ നിങ്ങൾ ആദരിക്കുന്ന പഞ്ചഗുസ്തി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ അർഹയായ കുമാരി അർച്ചന TV, അതുപോലെ ഷിബു, നന്ദി പറയുന്ന ശ്രീജിത്ത് വേശാല, വേദിയിലിരിക്കുന്ന നിങ്ങളുടെ കൂട്ടായ്മയുടെ ഭാരവാഹികളെ, സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായ നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽ പടയാളികളായ സുരക്ഷാഭടന്മാരായ പ്രിയപ്പെട്ട ബഹുമാന്യരായ ജവാന്മാരെ, അവരുടെ കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഒരു സൈനിക കൂട്ടായ്മയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത്. എക്സ് സർവീസ്മെന്റെ ഒരുപാട് പരിപാടികളിൽ ഞാൻ സ്ഥിരം പങ്കെടുക്കുന്ന ഒരാളാണ്. പക്ഷേ നിലവിൽ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ, അവിടെ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ ഇതിൻ്റെ സംഘാടകരോടും മറ്റും നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം പട്ടാളത്തിൽ ചേരണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു ഞാൻ. ഏതാണ്ട് ഒരുപാട് ട്രെയിനിങ്ങുകൾ കടന്നതാണ്. പട്ടാളത്തിലല്ല ഇത് മാത്രം, NCCയുടെ C സർട്ടിഫിക്കറ്റ് വരെ എത്തിയതാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ pre-RD പരേഡ് നടന്നപ്പോൾ അവിടെ നടന്ന ഹൈദരാബാദിലുള്ള ഒരു മൈതാനത്ത് ടെന്റിന്റെ സൈഡിൽ ഉണ്ടായിരുന്നൊരു സോപ്പ് കമ്പനിയാണ് എൻ്റെ മോഹങ്ങൾ പൊലിച്ചു കളഞ്ഞത്. ആ സോപ്പ് കമ്പനിയിൽ നിന്ന് വൃത്തികെട്ട വെള്ളം പുറത്തേക്ക് ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. ആ വെള്ളത്തിന്റെ രൂക്ഷഗന്ധം കൊണ്ട് എനിക്ക് ഭക്ഷണം കഴിച്ചതെല്ലാം ഛർദ്ദിച്ച് തലയുറ്റി വീണ് അവസാനത്തെ ദിവസത്തെ ടെസ്റ്റിങ്ങിൽ എനിക്ക് ഹാജരാവാൻ പറ്റിയില്ല. ഞാൻ ഛർദ്ദിച്ച് കിടന്നുപോയി. ആ ഒറ്റ കാരണത്താലാണ് ആ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടാതിരുന്നത്. പല തവണയായിട്ട് മികച്ച കേഡറ്റിന്റെ അവാർഡൊക്കെ കിട്ടിയിരുന്നു, നിർമ്മലഗിരി കോളേജിലും ബ്രഹ്മൻ കോളേജിലും ഒക്കെ. പക്ഷേ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് യാദൃച്ഛിക സംഭവങ്ങളാണ്. ബോധപൂർവം തീരുമാനിച്ചിട്ടൊന്നും അല്ലല്ലോ ആരും ഇവിടെ പട്ടാളക്കാരനായത്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ കണ്ടെത്തിയത്, നിങ്ങളുടെ ഭർത്താവിനെ കണ്ടെത്തിയത് നേരത്തെ തീരുമാനിച്ചിട്ടൊന്നുമല്ല. പണ്ട് SP ബാലസുബ്രഹ്മണ്യം തമിഴിലും ജയേന്ദ്രൻ മലയാളത്തിലും പാടിയ ഒരു പാട്ടോർമ്മയുണ്ടോ നിങ്ങൾക്ക്? കളഭച്ചുവരുവച്ചമേട് ഇളം പൂ കല്യാണമാല ഇന്നാർക്ക് ഇന്നാരെന്ന് എഴുതി വച്ചല്ലോ ദൈവം കല്ലിൽ എന്നൊരു പാട്ടുണ്ട്. ഇന്ന പയ്യൻ ഇന്ന പെണ്ണ്, ഇന്ന പെണ്ണിന് ഇന്ന പയ്യനെന്ന് ദൈവം കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ടെങ്കിലും നമുക്കൊക്കെ നമ്മൾ നിശ്ചയിച്ചതൊക്കെ നേരത്തെ ധാരണയൊക്കെ നമ്മൾ സംഭവിച്ചതിന് വിധി എന്ന് പറയാന്നല്ലാതെ സംഭവിക്കാനിരിക്കുന്നതിന് ആരും ഇന്ന വിധി ഇന്ന് നേരത്തെയാണെന്ന് ആരും പറയാറില്ല. അപ്പൊ അതുകൊണ്ട് യാദൃച്ഛിക സംഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയത്. ഒരു മഴത്തുള്ളി ഏത് കടലിലാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആകാശത്തു നിന്ന് മഴത്തുള്ളി ഭൂമിയിലേക്ക് പതിക്കുമ്പോഴല്ല, ഭൂമിയിലേക്ക് വരുമ്പോഴല്ല, അത് ഭൂമിയിൽ ഏത് കുന്നിന്റെ ചെരുവിലാണ് വീഴുന്നത് എന്ന് നോക്കിയിട്ടാണ്. നമ്മുടെയൊക്കെ ജീവിതവും അങ്ങനെയാണ്. ഞാനിപ്പോ വയനാട്ടിലേക്ക് പേരിയച്ചുരത്തിന്റെ വഴി പോകുന്ന ആ വഴിയിലാണ് താമസം. കണ്ണവം, ചിറ്റാരിപ്പറമ്പ് എന്നൊക്കെ പറയും. എൻ്റെ നാട്ടിൽ എൻ്റെ തുടിക്കളം എന്ന എൻ്റെ ഗ്രാമത്തിലെ ഒരു പ്രധാനപ്പെട്ട മഞ്ച് ഇവിടെയുണ്ട്. ആ പേരിയച്ചുരത്തിന്റെ മേലെ കൂടി പോകുമ്പോൾ ആ കുന്നിന്റെ മൂണ്ടായത്തിൽ വീഴുന്നൊരു മഴത്തുള്ളി ചുരം കയറിയിട്ട് 28-ാം മൈൽ, 29-ാം മൈൽ, 32-ാം മൈൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വയനാട്ടിലേക്ക് ചെരുവാണ്. ആ മൂന്തായത്തിന്റെ ഒരു പ്രത്യേകത, ആ കുന്നിന്റെ മൂന്തായത്തിൽ വീഴുന്ന മഴത്തുള്ളി ആ കുന്നിന്റെ റോഡിന്റെ ഇടതുവശത്ത് വീണാൽ അതൊഴുകിയിട്ട് സെമിനാരി വില്ലയിൽ വന്നിട്ട് വെള്ളറട കോളനി വഴി നെടുമ്പ്രഞ്ചാല് പൂളക്കുറ്റി വഴി വന്ന് തൊണ്ടി പാലത്തിന്റെ അടിയിലൂടെ പേരാവൂർ പാലവും കടന്ന് കൊട്ടിയൂർ ബാവലിപ്പുഴയിൽ ചേർന്നാൽ പിന്നെ അത് ഓടംതോട് ആറളം പുഴയായിട്ട് നേരെ പാലപ്പുഴയായിട്ട് ഇരിട്ടി പാലത്തിന്റെ മേലെ വെച്ച് കൂട്ടുപുഴയായി ചേർന്നിട്ട് എടക്കാനത്തിന്റെയും പടിയൂരിന്റെയും മധ്യത്തിലൂടെ പെരുമണ്ണ്
വഴി ഒഴുകിയിട്ട് അത് വെളിയമ്പ്ര പഴശ്ശി ഡാമും കടന്നിട്ട് മണ്ണൂർ പാലത്തിനടിയിലൂടെ ഇരിക്കൂർ മാമാനത്തമ്പലത്തിൻ്റെയും നിലാമുറ്റം പള്ളിയുടെയും പിറകിലൂടെ അത് ഒഴുകിയിട്ട് നേരെ ചേടിച്ചേരി കടവും പാവന്നൂർ കടവും കടന്ന് മുനമ്പം കടവിൽ വെച്ച് ശ്രീകണ്ഠപുരം വഴിയായിട്ട് ചേർന്ന പിന്നെ കാട്ടാമ്പള്ളി ഇവിടെ നണിച്ചേരി കടവും കടന്ന് പറശ്ശിക്കടവിന്റെ മുന്നിലൂടെ ഒഴുകി അത് വളവട്ടണം പാലത്തിന്റെ അടിയിലൂടെ പറശ്ശിക്കടവ് വളവട്ടണം പാലത്തിന്റെ അടിയിലൂടെ അഴീക്കൽ ഫെറിയിൽ അറബിക്കടലിൽ ചേരും. അത് വീഴുന്നത് ഒരു ഇളം തന്നൽ കൊണ്ട് ഈ തുള്ളി ഇപ്പുറത്ത് വീഴുന്നത് അപ്പുറത്തായി പോയിട്ടുണ്ടെങ്കിൽ അത് ഒഴുകിയിട്ട് ചന്ദനത്തോടാവും, തലപ്പുഴയാവും, ആലാറ്റിലായി. പിന്നീട് മഞ്ഞപ്പളുങ്കൻ മലയിലൂടെ മാനന്തവാടിപ്പുഴയിലൂടെ വള്ളിയൂർക്കാവിന്റെ മുന്നിലൂടെ അത് കുറുവാദ്വീപിൽ വെച്ച് പനമരപ്പുഴയിൽ ചേർന്നിട്ട് പിന്നീട് അതിന്റെ പേര് കബനി എന്നാണ്. കബനി നേരെ ഒഴുകിയിട്ട് കർണാടകത്തിൽ കാവേരിയായി അത് നേരെ മൈസൂര് പോയിട്ട് ഹൊസൂര് വഴി ഒഴുകിയിട്ട് തമിഴ്നാട്ടിലൂടെ ഒഴുകിയിട്ട് കാവേരിപ്പൂം പട്ടണത്തിൽ വെച്ച് ബംഗാൾ ഉൾക്കടലിൽ ചേരും. ഈ മഴത്തുള്ളി വീഴുമ്പോൾ ഒരു ഇളം കാറ്റ് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ പോകും. ഒരു ഇളം കാറ്റ് ഇങ്ങോട്ടടിച്ചാൽ അറബിക്കടലിൽ പോകും. ഈ മഴത്തുള്ളി പോലെയാണ് നമ്മൾ. അതാണ് ശ്വേതകേതു ഉദ്ദാലകാരുണി സംവാദത്തിൽ ചാന്ദാഗ്യോപനിഷത്തിൽ ഉദ്ദാലകാരുണി ശ്വേതകേതുവിനോട് പറയുന്നത് തത്വമസി എന്ന്. ആ മഴത്തുള്ളി നീയാകുന്നു. കേട്ടിട്ടുണ്ടോ? ഉദ്ദാലകാരുണിയുടെ പുത്രൻ ശ്വേതകേതു പ്രവാഹട കൈവല്യന്റെ അടുത്ത് ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരിച്ചെത്തിയിട്ട് പിതാവിനോട് ചോദിച്ചതാണ്, പിതാവേ ഞാൻ എവിടുന്നാ വന്നേ, ഞാൻ എങ്ങോട്ടാ പോകുന്നേ? അതിന് മറുപടിയായിട്ട് ഉദ്ദാലകാരുണി പറഞ്ഞതാണ്, പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏത് പർവ്വതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന്? ഹേ ശ്വേതകേതു തത്വമസി, ആ മഴത്തുള്ളി നീയാകും. അതാ തത്വമസി എന്ന ഭാഗം ആദ്യമായി ഭാരതത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അവിടെയാണ്. തത്ത് അത്, ത്വം നീ, അസി ആകുന്നു, അത് നീയാകുന്നു. നമ്മളെല്ലാം ഈ മഴത്തുള്ളിയാണ്. നമ്മൾ വീണ കുന്ന് ഏതാ? നമ്മുടെ കുടുംബമാണ്. ആ കുടുംബത്തിൽ അമ്മയും അച്ഛനും പറയുന്ന ഒരു വാക്ക്, ഒരു നോക്ക്, ഒരു തട്ട്, ഒരു മുട്ട്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ തത്വശാസ്ത്രത്തെയും ജീവിതത്തിന്റെ ജൈവികതയെയും രൂപപ്പെടുത്തും. അതുകൊണ്ട് കുടുംബസംഗമങ്ങൾ എന്ന് പറയുന്നത് വളരെ ഗൗരവതരമായ വിഷയമാണ്. നമ്മൾ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ, കഷ്ടപ്പെടാൻ വേണ്ടി പോയിരിക്കുന്ന സോൾജിയേഴ്സ്, അവരതിന് പ്രതിഫലം അവർക്ക് കിട്ടുന്ന ശമ്പളമോ അതിനുശേഷം പിരിഞ്ഞാൽ കിട്ടുന്ന ആനുകൂല്യങ്ങളോ മാത്രം കാക്ഷിച്ചിട്ടല്ലല്ലോ പോകുന്നത്. അതൊക്കെ ഉപരിപ്ലവമായതാണ്. തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനത്തിന് ലഭിക്കുന്ന മാനസിക സംതൃപ്തിയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറയുന്നത്. പണം ഉണ്ടായിട്ടും കാര്യമില്ല. ആ പണം കൊണ്ട് എന്തെങ്കിലും സംതൃപ്തി കിട്ടുന്നില്ലെങ്കിൽ ആ പണം കൊണ്ട് ഒരു കാര്യവുമില്ല. വാട്ട് മണി ഈസ്, എക്കണോമിക്സിൽ ഒരു ചൊല്ലുണ്ട്, മണി. വാട്ട് ഈസ് മണി? മണി ഈസ് വാട്ട് മണി ഡസ്. പണം കൊണ്ട് എന്ത് ചെയ്യുന്നുവോ അതാണ് പണം. പണം കൊണ്ട് വൃത്തികേട് ചെയ്താൽ അത് പണം, ആ പണം നല്ല പണമല്ല. ആ പണം കൊണ്ട് നിങ്ങൾക്ക് സംതൃപ്തി ചെയ്യുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ആ സംതൃപ്തി ഉണ്ടാവണമെങ്കിൽ സംതൃപ്തിയുടെ താക്കോൽ നമ്മുടെ കുടുംബത്തിന്റെ കയ്യിലാണുള്ളത്. ആ കുടുംബത്തിന് സ്നേഹവും പരസ്പര ആദരവും ഇല്ലെങ്കിൽ ഒരു സംതൃപ്തി ഉണ്ടാവില്ല. Men die for a ribbon എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷ്. Men die for a ribbon. റിബൺ എന്ന് പറയുന്നത് പണ്ട് അംഗീകാരത്തിന്റെ ഭാഗമായി കഴുത്തിൽ കുത്തിക്കൊടുക്കുന്ന ഒരു പട്ടായിരുന്നു റിബൺ. പട്ട്, മനസ്സിലായി? ഒരു അംഗീകാരത്തിന് വേണ്ടി മനുഷ്യൻ മരിക്കും. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണമൊന്നുമല്ല പ്രധാനം. നിങ്ങളൊരു വിവാഹത്തിന് പോയി, അടിപൊളി ഭക്ഷണം, ഇതുപോലെ ടേസ്റ്റുള്ള ഭക്ഷണം മുമ്പ് കഴിച്ചിട്ടില്ല, ഇഷ്ടംപോലെ കഴിക്കാം. പക്ഷെ നിങ്ങൾ അവിടെ ചെന്നിട്ട് ആരും നിങ്ങളോടൊന്ന് കൈവ് തന്നില്ല, ഒന്ന് ഇരിക്കാൻ പറഞ്ഞില്ല, ഒരു മുഖപരിചയവും ഭാവിച്ചില്ല ആരും. നിങ്ങൾ മൃഷ്ടാന്നം കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഒരു വേവാത്ത ചേനക്കഷ്ണം തിന്നുപോയതുപോലെ എവിടുന്നോ ചൊറിയും, അല്ലേ? വയറ് നിറഞ്ഞിട്ടുണ്ട്, പക്ഷെ വേവാത്ത ചേനക്കഷ്ണം കഴിച്ചു പോയാൽ ചൊറിയും, പക്ഷെ മാന്താൻ പറ്റുകയില്ല, ഒരു അസ്വസ്ഥതയുണ്ടാകും. എന്നാൽ മറ്റൊരു വീട്ടിൽ, വലിയ പരിമിതമായ ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ നിങ്ങൾ വിവാഹത്തിന് പോയി, അവിടെ വിഭവങ്ങളെല്ലാം വളരെ പരിമിതമായിരുന്നു, കുറച്ച് ഭക്ഷണമേ ഉണ്ടായിരുന്നുള്ളൂ, അത് വലിയ വിഭവങ്ങളൊന്നുമില്ല. പക്ഷെ ചെന്ന് കയറുമ്പോൾ തന്നെ ആ വീട്ടുകാരൻ നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോയി ഇരുത്തി, കുടുംബക്കാരെ പരിചയപ്പെടുത്തി, ഒരു സെൽഫിയിൽ എടുത്ത്
ഭക്ഷണത്തിന്റെ സമയത്ത് ഒന്ന് പോയി ഇരിക്കു കേട്ടോ എന്ന് പറഞ്ഞ് ഇതുകൊണ്ട് ഇരുത്തി എന്തെങ്കിലും ആവശ്യമുണ്ട് പറയണേന്ന് പറഞ്ഞു. അവസാനം തിരിച്ചു പോരാൻ നോക്കുമ്പോൾ ഈ തിരക്കിനിടയിൽ നിങ്ങൾ ഇവിടം വരെ വന്നല്ലോ, വളരെ സന്തോഷമുണ്ട്, കുടുംബക്കാരോടൊക്കെ എൻ്റെ അന്വേഷണം പറയണേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോ മനസ്സിൽ ഏതിലായിരിക്കും സംതൃപ്തി? വയറൊന്നും വലിയ നിറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സ് നിറഞ്ഞിരിക്കുന്നു, അതാണ് സംതൃപ്തി. സംതൃപ്തി എന്ന് പറയുന്നത് വയറ് നിറയുമ്പോഴോ ശാരീരികമായ ആവശ്യങ്ങൾ നിറവേറ്റി കഴിയുമ്പോഴോ കിട്ടുന്നതല്ല. മാനസികമായ സംതൃപ്തി, ഭാരതത്തിൽ അതിന് പറയുന്ന വാക്ക് സച്ചിദാനന്ദം എന്നാണ്. സച്ചിദാനന്ദൻ എന്ന് പറയുന്നത് ഒരു ദൈവത്തിന്റെ പേരാണ്. എങ്ങനെയാണ് സച്ചിദാനന്ദൻ ദൈവമാകുന്നത്? സത്ത് ചിത്ത് ആനന്ദം. നിർമ്മലഗിരി കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച ഇപ്പൊ ചെക്കിക്കുളത്ത് താമസിക്കുന്ന കാക്കേനാട്ടുകാരനായ, കാക്കേനാട് അവന്റെ വീട്, ഒരു എക്സ് മിലിറ്ററിക്കാരൻ, അവന്റെ പേര് സച്ചിദാനന്ദൻ എന്നാണ്. സച്ചിദാനന്ദൻ എന്ന് പറയുന്നത് സത്ത് എന്ന് പറഞ്ഞാൽ നല്ലത്, നന്മ, ചിത്ത് എന്ന് പറഞ്ഞാൽ ചിത്തം, മനസ്സ്. നന്മയിലൂടെ മനസ്സിന് ആനന്ദമുണ്ടാക്കുന്നവനാണ് സച്ചിദാനന്ദൻ. ഇപ്പോ ആനന്ദമുണ്ടാക്കാനുള്ള എളുപ്പവഴികൾ അന്വേഷിച്ച് നടക്കുന്ന പുതിയ തലമുറയുണ്ടില്ലേ? ആനന്ദമുണ്ടാക്കാൻ എളുപ്പവഴി എന്താ? ശരീരത്തിനും മനസ്സിനും ആനന്ദമുണ്ടാക്കാൻ, ശരീരം പദാർത്ഥമാണല്ലോ, പദാർത്ഥത്തെ ആനന്ദിപ്പിക്കാൻ പദാർത്ഥത്തിനേ കഴിയൂ. പദാർത്ഥത്തിന് 3 അവസ്ഥയുണ്ട്: ഖരവും, ദ്രാവകവും, വാതകവും. ഖരം മയക്കുമരുന്ന്, ദ്രാവകം മദ്യം, വാതകം പുക. ഈ ശരീരത്തിന്റെ പുറകെ ഓടിയുന്ന പുതിയ തലമുറ മനസ്സിന് ആനന്ദമുണ്ടാക്കാൻ, ശരീരത്തിന് ആനന്ദമുണ്ടാക്കാൻ പദാർത്ഥത്തിന്റെ 3 അവസ്ഥകളുടെ പുറകെ പോകുന്നു. മയക്കുമരുന്നിനും മദ്യത്തിനും കഞ്ചാവിന്റെ പുകക്കും അടിമയാകുന്നത് സച്ചിദാനന്ദം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ആനന്ദമുണ്ടാകുന്നത് ദുശ്ചിതാനന്ദമല്ല, സച്ചിദാനന്ദം. ദുശ്ചിതാനന്ദം ആണ് ഈ ശരീരത്തിൽ ഭക്ഷണം. ഇപ്പൊ കണ്ടില്ലേ, രാത്രിയിൽ 11 മണിക്കും 12 മണിക്കും ഒക്കെ ഭക്ഷണമേളകളാണ്. അവിടെ പോയിട്ട് തിന്നുകയാണ്. നമുക്കൊക്കെ പല പേരുണ്ട്, നമുക്കൊക്കെ പല പേരുണ്ടെങ്കിലും മരിച്ചാൽ ഒരു പേരേ നമുക്കുള്ളൂ, ശവം എന്നാണ്, അല്ലെ മയ്യത്ത് എന്നാണ്. എന്നാൽ കോഴിയിൽ ഒരു ഭാഗ്യം നോക്കും, കോഴിക്ക് മരണം വരെ ഒറ്റ പേരേ ഉള്ളൂ, കോഴി. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ എത്ര പേരാണ്! ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ചെന്ന് പറഞ്ഞ് 28 പേരുണ്ട് ചിക്കൻ. ഇതെല്ലാം തിന്നു ശരീരത്തിന് ആനന്ദമുണ്ടാക്കുമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു പുതിയ തലമുറ വളർന്നു വരികയാണ്. അത് ദുശ്ചിതാനന്ദമാണ്. സച്ചിദാനന്ദത്തിലേക്ക് പോകണമെങ്കിൽ സത്ത് വേണം, അസത്തല്ല, സത്തിലേക്ക്. ആ ആനന്ദമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ആനന്ദം. ആ ആനന്ദം ലഭിക്കുന്നത് എവിടുന്നാണ്? ആ ആനന്ദം ലഭിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നല്ല, ചുറ്റുവട്ടമുള്ള സമൂഹവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ്. ആ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ സമൂഹം തരുന്ന ഒരു അംഗീകാരമുണ്ടല്ലോ, അതാണ് ഒരു റിബൺ. ഒരു റിബൺ കഴുത്ത് കെട്ടിത്തരും. നമ്മളെല്ലാം സ്കൂൾ പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികളെല്ലാം ഈ ടൈലർ ഷാപ്പിൽ പോയിട്ട് ഒരു പട്ട് തരുമോ എന്ന് ചോദിച്ചിട്ട് പോയി ചോദിക്കുന്ന ആരുണ്ടായിരുന്നു. പട്ട് ഇപ്പൊ അതൊന്നും ആരും മൈൻഡില്ല, റിബണൊന്നും ആർക്കും വേണ്ട. ആ റിബണിന് വേണ്ടിയേ മരിക്കും. ആ റിബണിന് പണ്ട് പട്ടാളക്കാർക്ക് 16-ാം നൂറ്റാണ്ടിൽ ഈ പട്ടാളക്കാർക്ക് അവർക്ക് പാശ്ചാത്യ നാട്ടിൽ അവർക്ക് കൊടുക്കുക ഒരു നാണയമായിരുന്നു. ആ നാണയം അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കും. ആ നാണയം സോളിഡായിരിക്കുന്ന ഒരു നാണയമാണ്. സോളിഡ് ഉറപ്പ്, നല്ല കട്ടിയുള്ള നാണയം. ആ സോളിഡായിരിക്കുന്ന നാണയം നെഞ്ചത്ത് ഏറ്റുവാങ്ങിയിരിക്കുന്നവൻ, അവനാണ് സോൾജിയർ. മനസ്സിലായി? അംഗീകാരം ലഭിച്ചവൻ. സോൾജിയർ എന്ന വാക്ക് ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് സോളിഡ് എന്ന പദത്തിൽ നിന്നാണ്. പിന്നീട് ഫൈറ്റിംഗ് മാൻ എന്ന അർത്ഥത്തിലേക്ക് അതിനെ ഫ്രഞ്ച് ഭാഷയിൽ മാറി വരുന്നുണ്ട്. പക്ഷേ സമൂഹം അംഗീകരിച്ചിരിക്കുന്നവൻ, സമൂഹം ബഹുമാനിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ്. പട്ടാളം എന്ന വാക്കിൽ പട്ടം കിട്ടിയ ആൾ ആണ് പട്ടാളക്കാരൻ. മനസ്സിലായി? നമുക്ക് പട്ടം കിട്ടുക എന്ന് പറഞ്ഞിട്ടില്ല. ആ പട്ടം, അതായത് നാണയത്തിന് പകരം ഭാരതത്തിൽ പട്ടം കൊടുക്കുകയാണ്. പട്ടും വളയൊക്കെ കൊടുക്കുമല്ലോ, അതാണ് പട്ടം കിട്ടിയിരിക്കുന്നവൻ. ആ പട്ടം കിട്ടിയിരിക്കുന്നവൻ അന്തഹന്തക്കിന്ത പട്ട് എന്ന് പറഞ്ഞ കാക്കശ്ശേരി ഉദ്ദണ്ഡ ശാസ്ത്രി സംവാദം മലയാളം പഠിച്ചവർക്കറിയാം. അപ്പൊ പട്ടം കിട്ടിയിരിക്കുന്നവൻ പട്ടാളക്കാരൻ. എന്തു പട്ടം? ഈ രാജ്യത്തിന്റെ ഉത്തമ പൗരനാണ്, ഈ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തെ സേവിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നവനാണെന്ന പട്ടം കിട്ടിയിരിക്കുന്നവൻ. പട്ടം കിട്ടിയ ആള് ആള്. ആ പട്ടാള ആയിരിക്കുന്നവൻ പട്ടാളക്കാരൻ എന്ന് പറഞ്ഞാൽ സമൂഹം ബഹുമാനിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ്. ആ ബഹുമാനം വീട്ടിലും കിട്ടണമല്ലോ. ആ വീട്ടിൽ കിട്ടണമെങ്കിൽ വീട്ടിൽ അങ്ങോട്ടും ബഹുമാനം കൊടുക്കണം. റെസ്പെക്ട് എന്ന് പറയുന്നത് ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് ആണ്. ബഹുമാനം കൊടുത്തിട്ടാണ് ബഹുമാനം വാങ്ങേണ്ടത്.
രാമായണം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. രാമായണത്തെ പറ്റിയിട്ടുള്ള നാടകത്രയങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗമുണ്ട്. ആ രംഗം കാഞ്ചനസീത എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആ രംഗം രാമൻ രാവണവധത്തിന് ശേഷം തിരിച്ച് കൊട്ടാരത്തിലെത്തിയതിന് ശേഷമുള്ള ഒരു രംഗമാണ്. എന്ന് പറഞ്ഞാൽ രാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ സീത കൂടെ ഉണ്ടായിരുന്നു. സീത കൂടെയുള്ളത് കൊണ്ട് സീതയ്ക്ക് ഒരു രാമന് ഒരു ടെൻഷനില്ല, സീതക്കും ടെൻഷനില്ല. രണ്ടാളും ഒന്നിച്ചുണ്ടല്ലോ. ഏത് ഓരോ വനത്തിലായാലും ഭാര്യയും ഭർത്താവും ഒരുമിച്ചുണ്ടായാൽ പേടിക്കാനില്ലല്ലോ, അല്ലേ? അതുകൊണ്ട് കാട്ടിൽ അവർക്ക് മധുവിധു കാലമായി. കൊട്ടാരത്തിൽ ഒരിക്കലും രാമന് സീതയ്ക്ക് സമാധാനം കിട്ടിയിട്ടില്ല. ഭാര്യയോട് ഭാര്യയായിരുന്നു കൊട്ടാരത്തിൽ എപ്പോഴും ടെൻഷനായിരുന്നു. പക്ഷെ കാട്ടിലാണ് രാമന്റെയും സീതയുടെയും ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ കാലം കാടായിരുന്നു. കാനനത്തിൽ ശരത്കാലച്ചാരു ഭംഗികൾ നോക്കിയും കായും കനികളും പൂവും തളിരും തേടിയോടിയും ഓമൽ ചിത്രാംബരം കാറ്റിൽ പാറിച്ചും ഹന്തസുന്ദരി ഉല്ലസിച്ചാളങ്ങു മണ്ടും ഒരു പൂമ്പാറ്റ പോലവൾ. പൂമ്പാറ്റിയെ പോലെ ഓടി നടക്കാൻ സീതയ്ക്ക് കാട്ടിൽ കരുത്തു കൊടുത്തത് രാമന്റെ സാന്നിധ്യം മാത്രമായിരുന്നില്ല. രാമനും സീതയ്ക്കും ജീവിതത്തിൽ ഒരു സുരക്ഷാഭടൻ ഉണ്ടായിരുന്നു. ആ സുരക്ഷാഭടൻ ലക്ഷ്മണനായിരുന്നു. ലക്ഷ്മണൻ കൂടെയുള്ളത് കൊണ്ട് ഇവർക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ലക്ഷ്മണൻ കൂടെ ഉണ്ടായതിന് കാരണം ആ ലക്ഷ്മണൻ തന്റെ ഭാര്യ ഉർമിളയെ ഉപേക്ഷിച്ച് 10-14 കൊല്ലം കാട്ടിനകത്ത് ജീവിച്ചല്ലോ. സാധാരണ മിലിറ്ററി പോയാൽ അവിടുന്ന് ഫോൺ വിളിക്കും, കത്തയക്കും. ഗൾഫ് പോയാൽ അവിടുന്ന് വീഡിയോ കോൾ ചെയ്യും, കത്തയക്കും. ഭർത്താവ് എവിടെയുണ്ടെന്നുള്ള വിവരമുണ്ട്. അവിടെയുണ്ട്, ഇവിടെയുണ്ട്, ബത്താലിക് മേഖലയിലുണ്ട്, ടൈഗർ ഹീലിലുണ്ട്, കാർഗിലുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ അതാത് ദിവസം കിട്ടും, അല്ലേ? പണ്ട് ഗൾഫ് പോയ ഭർത്താവിനയക്കുന്ന കത്തിന്റെ ഒരു പ്രധാന പണ്ടൊരു വലിയൊരു പാട്ടുണ്ടായിരുന്നു, അല്ലേ? ഫേമസ് ആയൊരു പാട്ട്, ദുബായ് കത്ത്, അല്ലേ? പൊന്നു സഖി എന്തിനാ പിണക്കമെന്നോടെന്തിനാ, അല്ല പൊന്നെ കൽബ് വേദന, എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ, മിണ്ടൂല ഞാൻ മാരന്. അന്ന് ഭയങ്കര പ്രശസ്തമായ പാട്ടായിരുന്നു. അങ്ങനെ കത്തയക്കും, ഭർത്താവിനും ഭാര്യ കത്തയക്കുമ്പോൾ ഞാനിവിടെ നിങ്ങളെ കാണാഞ്ഞിട്ട് കരഞ്ഞിരിക്കുകയാണ്, എന്നിട്ട് കുറച്ച് വെള്ളം ഒറ്റിക്കും, ഇവിടെ മഷിയിൽ കലർത്തും, എന്നിട്ട് അവിടെ പരത്തും വീട്ട്, എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതും ഇതെന്റെ കണ്ണീര് വീണ് കുതിർന്നതാണെന്നല്ല പറഞ്ഞ് കത്തയക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ കത്തുകൾ എന്ന് പറയുന്ന വാക്കേ ഇല്ല, അല്ലേ? കത്ത് പോയി, എഴുത്തേ മറന്നുപോയി. ഡിഗ്രി പാസ്സായ കുട്ടികൾ പോലും ഇപ്പോ പേന കൊടുത്തിട്ടൊന്ന് എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവാ. പറഞ്ഞ വിഷയം മാറിപ്പോയി. ഞാൻ പറഞ്ഞു വരുന്നത്, ഉർമിളയുടെ ഭർത്താവ് ലക്ഷ്മണൻ കാട്ടിലേക്ക് പോയപ്പോ ഈ ലക്ഷ്മണൻ ഉണ്ടോ, ഉറങ്ങിയോ, ജീവിച്ചിരിപ്പുണ്ടോ, രാക്ഷസന്മാർ പിടിച്ചു കളഞ്ഞോ, മൃഗങ്ങളുടെ ഇരയായി പോയോ, ഒന്നും അറിയാതെ 14 വർഷം ത്യാഗം അനുഭവിച്ചിട്ട് തന്റെ ഭർത്താവിനെ ധ്യാനിച്ച് ഭർത്താവിന്റെ മാതാക്കളെ പൂജിച്ച് 14 വർഷം ഇരുന്ന ഉർമിളാദേവിയുടെ ത്യാഗമാണ് രാമന്റെ വിജയത്തിന്റെ രഹസ്യമെന്ന് രാമൻ തിരിച്ചറിഞ്ഞുകൊണ്ട് കൊട്ടാരത്തിൽ സീതയെ തിരിച്ചു വീണ്ടെടുത്ത് കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ രാമൻ അർദ്ധരാത്രിയിൽ ആരും കാണാതെ അന്തഃപുരത്തിലേക്ക് പോയിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന തന്റെ അനുജന്റെ ഭാര്യ ഉർമിളാദേവിയുടെ പാദങ്ങൾ സ്പർശിച്ചിട്ട് ആ പാദങ്ങളിൽ കണ്ണുനീർ വീഴ്ത്തിയിട്ട്, പ്രിയപ്പെട്ട അനുജത്തി, നിന്റെ ജീവിതത്തിന്റെ മഹാത്യാഗമാണ് എന്റെ ജീവിതത്തിന്റെ നേട്ടമെന്ന് കരയുന്ന രാമന്റെ രംഗമുണ്ടല്ലോ. ആ രംഗം പോലെ ഇത്രയും സുന്ദരവും വൈകാരിക നിറഞ്ഞു നിൽക്കുന്നതുമായ രംഗം ഞാൻ മറ്റൊരു നാടകത്തിലും കണ്ടിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതാണ് വേർപിരിഞ്ഞു നിൽക്കുക എന്നതൊരു മഹാത്യാഗമാണ്. ആ ത്യാഗം അനുഭവിക്കുന്നവരാണ് നിങ്ങളുടെയൊക്കെ ഭാര്യമാരല്ലേ, സോൾജേഴ്സിന്റെ ഭാര്യമാർ. അവര് കാണാതെ വെറും മൊബൈൽ ഫോണിലൂടെ നിൽക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ആ ബഹുമാനം അവർക്ക് അങ്ങോട്ട് കൊടുക്കണം. ഞാൻ കഷ്ടപ്പെട്ടിട്ട് പൈസ അയച്ചു തരുന്നില്ലേ എന്നതുകൊണ്ട് സോൾജിയർ മേലെയാവുന്നില്ല. മേലെ സോൾജിയറേക്കാൾ മേലെ ആ സോൾജിയർ പട്ടാളത്തിൽ സേവനം നടത്തുമ്പോൾ അയാൾക്ക് സമാധാനം കൊടുത്ത് അയാളെ വീട്ടുകാര്യം, വീട്ടിന്റെ മക്കളുടെ കാര്യം നോക്കി വീട്ടിലിരിക്കുന്ന അവരുടെ ധർമ്മപത്നിയാണ് സോൾജിയറേക്കാൾ മേലെ എന്ന തിരിച്ചറിവ് സോൾജിയർമാർക്കുണ്ടാവണം. കാരണം അവളുടെ സാന്നിധ്യവും അവളുടെ പിന്തുണയും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ശമ്പളമോ ഒന്നുമല്ല സമാധാനം. നിരന്തരം ശല്യവും നിരന്തരം പരാതിയും പറയുന്ന ഒരു ഭാര്യയാണെങ്കിൽ
അയാളുടെ ജീവിതം കോഞ്ഞാട്ടേൽ പോകും. മനസ്സിലായോ? അപ്പോൾ സമാധാനത്തിൽ തനിക്ക് പിന്തുണ തരുന്ന ഒരു ഭാര്യ ഉണ്ടാവുക എന്ന് പറയുന്നത്, കുടുംബം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ മഹത്വം തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മഹത്വത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ കുടുംബസംഗമം സംഘടിപ്പിച്ചത് വളരെ മനോഹരമാണ്. കാരണം ഈ സോൾജേഴ്സിന്റെ ത്യാഗവും മഹത്വവും എന്തെന്ന് ആര് തിരിച്ചറിയണം? ഭാര്യ തിരിച്ചറിയണം. അല്ലാതെ പട്ടാളക്കാരന്റെ ഭാര്യ, നിങ്ങൾ രാമരാജ ബഹദൂർ എന്ന് പറയുന്ന CV രാമൻപിള്ളയുടെ നോവൽ വായിച്ചിട്ടുണ്ടോ? നോവൽ കുറച്ച് ക്ലിഷ്ടമാണ്, കുറച്ച് വായിച്ചു മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷെ വായിച്ചു മനസ്സിലാക്കിയാലുണ്ടല്ലോ ഇത്രയും സുന്ദരമായ ഒരു സാധനം അറിയില്ല. ആ നോവലിൽ ടിപ്പു സുൽത്താന്റെ പടയെ നേരിടാൻ വേണ്ടിയിട്ട് തിരുവിതാംകൂർ രാജാവ് ബാലരാമവർമ്മ പട്ടാളക്കാരെ സംഘടിപ്പിക്കുമ്പോൾ കിട്ടുണ്ണിക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു കളരി ആശാൻ, ആ കളരി ആശാൻ എല്ലാ ആയുധവും അഭ്യസിക്കാൻ പഠിപ്പിക്കുന്ന ആള്. അദ്ദേഹത്തിന് നേരിട്ട് നീട്ടെഴുത്ത് കിട്ടുക. രാജാവിന്റെ കയ്യിൽ നിന്ന് നീട്ടെഴുത്ത്, നിങ്ങൾക്ക് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഒരു മെഡൽ കിട്ടും പോലെയാണ്. രാജാവിന്റെ കയ്യിൽ നിന്നൊരു നീട്ടെഴുത്ത് എന്ന് പറഞ്ഞാൽ രാജാവിന്റെ കൽപ്പനകളെയാണ് നീട്ടെഴുത്ത് എന്ന് പറയുക. ആ നീട്ടെഴുത്ത് കിട്ടുകയാണ്. എന്താ നീട്ടെഴുത്ത്? ഒരു ഭടന്റെ ഒരു ടിപ്പുവിനെ നേരിടുന്ന ഒരു സൈന്യത്തില് ഒരു വിഭാഗത്തിന്റെ തലവനായി നിന്നെ നിശ്ചയിച്ചിരിക്കുന്നു, നീ ഇത്ര പടയാളികളെയും കൊണ്ട് ഹാജരാവണമെന്ന നിർദ്ദേശം കിട്ടിയപ്പോ കിട്ടുണ്ണിക്കുറുപ്പ്, അന്ന് രാജഭക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര, കിട്ടുണ്ണിക്കുറുപ്പിന് നിലത്തും നിലയിലൊന്നുമല്ല നിൽക്കുന്നത്, എന്തൊരു സന്തോഷമാണ്. അപ്പൊ കല്യാണിക്കുട്ടി അമ്മയോട് പറയാ, കല്യാണിക്കുട്ടി അറിയോ, നീ എന്താ പട്ടാളം ഇങ്ങനെയാ പൊരുതുക, എന്താണ് പ്ലറ്റൂണ്, എന്താണ് പിന്നെ പട നയിക്കുമ്പോഴുള്ള യുദ്ധതന്ത്രങ്ങൾ, ഇതൊക്കെ ഭാര്യയോട് ഇങ്ങനെ പറയുമ്പോ കല്യാണിക്കുട്ടി താടിക്ക് കൈയും പിടിച്ചിട്ട് ഒന്ന് അന്തം കുന്തം പിഴുങ്ങിയ പോലെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇയാൾ പറഞ്ഞു, ഞാനിങ്ങനെ യുദ്ധത്തിന് പോയത് കൊണ്ട് നീ സങ്കടപ്പെടുമൊന്നും വേണ്ട കല്യാണിക്കുട്ടി, ഞാൻ യുദ്ധത്തിന് പോയിട്ട് എന്തായാലും തിരിച്ചു വരും കേട്ടോ, അങ്ങനെ മരിച്ചു പോകുന്നില്ല, നീ ടെൻഷൻ ഒന്നും അടിക്കണ്ടെന്ന് പറയുമ്പോ കല്യാണിക്കുട്ടി പറയാ, ഞാനതൊന്നുമല്ല ചിന്തിക്കുന്നത്, പിന്നെന്താ, ആ കട്ടിലിന്റെ അടിയിൽ ചാണകം മെഴുകാനായിട്ട് അടുത്ത വെള്ളരിക്ക് എങ്ങോട്ടാ മാറ്റി വെക്കേണ്ടതെന്ന് ആലോചിച്ചിരിക്കുന്ന ഞാൻ. ഇയാള് പറയുന്നത് രാജ്യത്തിന്റെ വലിയ കാര്യം, ഇവരാലോചിക്കുന്നത് കട്ടിലിന്റെ അടിയിലെ വെള്ളരിക്ക മാറ്റി വെക്കേണ്ട കാര്യം. ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകാം. നിങ്ങൾ സൈന്യത്തിലെ വലിയ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ വളരെ പരിമിതമായിട്ട് അതിനെയൊന്നും മൈൻഡ് ചെയ്യാതെ അവർക്ക്, വീട്ടിലുള്ള സ്ത്രീകൾക്ക് അവർക്ക് ഏറ്റവും വലിയ സൈന്യത്ത് ബദാലിക്ക് മേഖലയേക്കാൾ ഗാങ്ടോങ്ങിന്റെ അപ്പുറത്തേക്ക് കടക്കുന്നതിനേക്കാൾ അവർക്ക് ഈ വെള്ളരിക്ക മാറ്റിവെക്കുന്നതായിരിക്കും ഏറ്റവും വലിയ സംഭവം. ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ ഗൗരവത്തിന്റെ ന്യൂനോക്തി ഒരു ഭാഗത്ത്, ഗൗരവോക്തി മറുഭാഗത്ത്, അങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ വീട്ടിൽ അനുഭവിക്കുന്നുണ്ടാകും. അതൊക്കെ രസകരമായി ആസ്വദിച്ചുകൊണ്ട് അത്തരത്തിലുള്ള കുടുംബ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അത്തരത്തിലുള്ള കുടുംബ ബന്ധങ്ങൾ, ആ ബന്ധങ്ങളിലൂടെയാണ് നമ്മുടെ പുതിയ തലമുറ മുന്നോട്ട് വരേണ്ടത്. ആ പുതിയ തലമുറയോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, നമ്മളെപ്പോഴും യുദ്ധത്തിൽ എപ്പോഴും ദുഷ്മൻ എന്ന വാക്ക് നമ്മളെപ്പോഴും പറയുന്ന വാക്കാണ് അല്ലെ, ദുഷ്മൻ അല്ലേ. നമ്മളൊക്കെ ഇതൊക്കെ നടത്തും, ബാനർ പരേഡ് നടത്തുമ്പോ ദുഷ്മനെ അട്ടഹസിച്ച് കുത്തുന്നൊക്കെ പഠിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് NCC. അപ്പൊ ദുഷ്മൻ എന്ന് പറയുന്ന ആരാ? ദുഷ്മൻ അതിർത്തിക്കപ്പുറത്തുള്ള പട്ടാളക്കാരൻ, പാകിസ്ഥാൻകാരൻ, ചൈനക്കാരൻ എന്നൊക്കെ പോലെ ഒക്കെ ദുഷ്മനായിട്ട് നമ്മൾ കാണുന്നു. പക്ഷെ ഈ ദുഷ്മൻ എന്ന് പറഞ്ഞാൽ യുദ്ധമേഖലയിലല്ലാതെ പാകിസ്ഥാനിലെ പാവപ്പെട്ട മനുഷ്യരൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ അവരോടൊന്നും ചെയ്തിട്ടില്ല. യുദ്ധമേഖലയിൽ കടന്നു കയറുന്നുണ്ടെങ്കിൽ മാത്രം യൂണിഫോം ധരിച്ചവർ മാത്രമാണ് നമ്മുടെ ദുഷ്മൻ. അല്ലാതെ സ്ഥിരമായിട്ട് നമുക്ക് ഈ ഭാരത സംസ്കാരം ലോകത്തിലുള്ള ഒരു മനുഷ്യനോടും ശത്രുത പ്രകടിപ്പിക്കരുതെന്നാണ് പറയുന്നത്. വസുധൈവ കുടുംബകം എന്ന ഭാരത സംസ്കാരം ഈ ലോകത്ത് നടപ്പിലായിട്ടുണ്ടെങ്കിൽ പട്ടാളക്കാർ വേണ്ട. കാരണം ഭൂമിക്ക് പുറത്തുള്ള രാജ്യത്തേക്ക് യുദ്ധം ചെയ്യേണ്ടല്ലോ. ഭൂമിയിലുള്ളവരെല്ലാം വസുധ ഒരു കുടുംബമാണ്. വസുധ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ഒറ്റ വംശമാണല്ലോ. അതിർത്തികളെല്ലാം മനുഷ്യൻ നിശ്ചയിച്ചതാണ്. അതിർത്തികളൊന്നും തന്നെ പ്രകൃതി നിശ്ചയിച്ചതല്ല. ആണോ? രാജ്യത്തിന്റെ അതിർത്തികളെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ്. പ്രകൃതി അങ്ങനെ അതിർത്തികളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. ഈ ഭൂമിയിലെ കടൽ നോക്കൂ, കടലെല്ലാം ഒറ്റ കടലാണ്. നമ്മൾ ഓരോ സ്ഥലത്തിന് ഓരോ കടലെന്ന് പേര് കൊടുത്തു. ഇന്ത്യൻ മഹാസമുദ്രമെന്നും അറബിക്കടലെന്നും ബംഗാൾ ഉൾക്കടലെന്നും ശാന്തസമുദ്രമെന്നും കാസ്പിയൻ സമുദ്രം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കടലിന് പേര് കൊടുത്തതാണ്. ഭൂമിയിലെ കടലെല്ലാം ഒറ്റ കടലാണ്. അതുകൊണ്ടാണ് വയലാറാം ഓർമ്മയുടെ നീലഗിരിയുടെ സഖികളെ എന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ? ജ്വാലാമുഖികളെ. ആ പാട്ടിൽ ഒരു വരിയുണ്ട്. ആ വരി ഒരുപാട് തർക്കവിതർക്കങ്ങൾ ഉണ്ടായ വരിയാണ്.
ആ വരിയെ പറ്റിയിട്ട് മനോഹരമായിട്ട് നമ്മുടെ കെ ജയകുമാറില്ലേ, മുൻ ചീഫ് സെക്രട്ടറി, കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്നും പിന്നെ ചന്ദനലേപ സുഗന്ധം പൂശിയതാരോ എന്നുള്ള പാട്ടൊക്കെ എഴുതിയ കവി കൂടിയാണ് അദ്ദേഹം. കെ ജയകുമാർ കഴിഞ്ഞ ദിവസം അതിനെ മനോഹരമായി വ്യാഖ്യാനിച്ചു. അതിന്റെ തർക്കം ഇതായിരുന്നു: വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ. വസന്തവും ശിശിരവും കുളിക്കാൻ ഇറങ്ങുന്ന വനസരോവരം അതെങ്ങനെ ഉണ്ടാകുക? വസന്തവും ശിശിരവും ഒരിക്കൽ ഒന്നിച്ചു വരില്ല. വസന്തം വരുമ്പോൾ ശിശിരം പോവും, ശിശിരം വരുമ്പോൾ വസന്തം പോവും. പിന്നെ എങ്ങനെയാണ് രണ്ടാൾ ഒരുമിച്ച് കുളിക്കാൻ ഇറങ്ങുക? അത് വയലാറിന് പറ്റിയൊരു അബദ്ധമാണെന്ന് പറഞ്ഞതിന് കെ ജയകുമാർ കൊടുത്ത മറുപടി: ചന്ദ്രനിലേക്ക് മനുഷ്യൻ കാലുകുത്തിയതിനു ശേഷമാണ് ഈ പാട്ട് എഴുതിയത്. ചന്ദ്രനിൽ നിന്നൊന്ന് നോക്കുമ്പോൾ ഭൂമിയിലെ മൊത്തം കടൽ ഒരു സരോവരമാണ്. ഒരു ഭാഗത്ത് വസന്തമാണെങ്കിൽ മറുഭാഗത്ത് ശിശിരമായിരിക്കും. അപ്പൊ വസന്തവും ശിശിരവും ഒരുമിച്ച് കുളിക്കാനിറങ്ങുന്ന വനസരോവരം ഈ ഭൂമിയിലെ കടൽ തന്നെയാണ്. അതാണ് അതിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പോ കടൽ മൊത്തം ഒന്നാണ്. ആ കടലിലെ ഉപ്പുണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ്, ആ ഉപ്പാണ് നമ്മുടെ ലാവണ്യം. ആ ഉപ്പിൽ ആരുടെയൊക്കെ ഉപ്പുണ്ട്? ഈ ഭൂമിയിൽ മരിച്ചുപോയ മുഴുവൻ മനുഷ്യന്റെയും ശരീരത്തിലുള്ള ഉപ്പ് മണ്ണിൽ ലയിച്ച്, വെള്ളത്തിൽ ലയിച്ച്, തോട്ടിലൂടെ, പുഴയിലൂടെ കടലിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ് ഒരിക്കലും പോവില്ല. ഈ മനുഷ്യർക്ക് മുഴുവനുള്ള ഉപ്പ് കുറുക്കി എടുത്തിട്ടും കടലിന്റെ ഉപ്പിന്റെ രുചി കുറയാത്തത് എന്താ? നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പല്ല, നമ്മുടെ വേർപ്പിലൂടെ, മൂത്രത്തിലൂടെ, നമ്മുടെ ശരീരത്തിൽ നിന്ന് മണ്ണിലൂടെ തിരിച്ച് കടലിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഈ കടലിലെ ഉപ്പ് ആരുടെയൊക്കെ ഉപ്പുണ്ട്? അബ്രഹാം ലിങ്കന്റെ ഉപ്പുണ്ട്, മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഉപ്പുണ്ട്, നെൽസൺ മണ്ടേലയുടെ ഉപ്പുണ്ട്, കേളപ്പന്റെയും മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ഉപ്പുണ്ട്. അപ്പൊ ഈ ഭൂമിയിലെ മുഴുവൻ കടലും കുറുക്കിയിട്ടാണ് നമ്മൾ ഉപ്പെടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കുട്ടിക്ക് ചോറ് കൊടുക്കുമ്പോ ചോറൂണിന് ഉപ്പും ചോറും നൽകുവാനുണ്ണിയെ ഗുരുവായൂർ കൊണ്ടുപോകുന്ന ഒരു പാട്ടില്ലേ? ചോറിന്റെ കൂട്ടത്തിൽ ഉപ്പ് കൊടുക്കുന്നത് എന്താ? ചോറ് കൊടുക്കുന്നത് ശരീരത്തിനാണ്, ഉപ്പ് കൊടുക്കുന്നത് സംസ്കാരത്തിനാണ്. ഉപ്പെന്ന് പറയുന്നത് കഴിഞ്ഞുപോയ തലമുറയുടെ മുഴുവൻ ഉപ്പും കാച്ചി കുറുക്കിയെടുത്തതാണ് നമ്മുടെ കൊടുക്കുന്ന ഉപ്പ്. ഒ.എൻ.വി. കുറുപ്പിന്റെ ഉപ്പെന്ന് പറയുന്ന ഒരു കവിത വായിച്ചിട്ടുണ്ടോ? പ്ലാവില കൊട്ടിയ കുമ്പിളിൽ തുമ്പതൻ പൂവു പോലിത്തിരി ഉപ്പു തരിയെടുത്താവി പാറുന്ന പൊടിയരിക്കഞ്ഞിയിൽ തൂവിക്കൊണ്ടു പറയുന്നു മുത്തശ്ശി, ഉപ്പു ചേർത്താലേ രുചിയുള്ളു കഞ്ഞിയിൽ എന്നൊരു കവിതയുണ്ട്. അതിൽ അവസാനത്തെ വരി: നിന്നിലെ ഉപ്പായി തീരുമീ മുത്തശ്ശി. മുത്തശ്ശി നമ്മുടെ ഉപ്പാണ്. മുത്തശ്ശി നമ്മുടെ ഉപ്പാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ തലമുറയാണ് നമ്മുടെ ലാവണ്യം. ആ കഴിഞ്ഞുപോയ തലമുറയിൽ നിന്ന് ലഭിച്ചതാണ് നമുക്കെല്ലാം തന്നെ. എല്ലാം നമ്മുടെ കഴിഞ്ഞുപോയ തലമുറയിൽ നിന്ന് ലഭിച്ചതാണ്, അല്ലാതെ പുതിയതായിട്ടൊന്നും കിട്ടിയതല്ല. ആ കഴിഞ്ഞുപോയ തലമുറ അത് സംസ്കാരം കൊണ്ട് നമ്മളെ പിടിച്ചു കെട്ടുകയാണ്. ഒരു കുട്ടി ജനിച്ചാൽ കുടുംബത്തിൽ ആദ്യത്തെ ചടങ്ങെന്താ? ഒരു കുട്ടി ജനിച്ച ആദ്യത്തെ ചടങ്ങെന്താ? പ്രസവിച്ചാരുമില്ല ഇവിടെ. ഒരു കുട്ടി ജനിച്ച ആദ്യത്തെ ചടങ്ങെന്താ? പാല് കൊടുക്കല്. എത്രാമത്തെ ദിവസം? 28ാം ദിവസം. എന്നാൽ അതിന് മുമ്പ് ഒരു ചടങ്ങുണ്ട്. ജനിച്ച ഉടനെ തേനും വയമ്പും നാവിൽ തൂകും അല്ലേ? തേനും വയമ്പും പണ്ട് പ്രതിരോധ വാക്സിനേഷൻ വരുന്നതിന് മുമ്പ് ശരീരത്തിന് പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയാ പോലും വയമ്പ് കൊടുത്തിരുന്നു. തേനെന്തിനാ? കുട്ടിക്ക് ജനിച്ച ഉടനെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. മധുരം. ഹായ്, ഈ ലോകം മധുരം 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 മധുരം, മധുരാധിപതേ സകലം മധുരം. ഹായ്, ഈ ലോകം കൊള്ളാലോ. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, ഞാനും കുഴപ്പമില്ല, നിങ്ങളും കുഴപ്പമില്ല എന്ന ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആക്കാനാണ് മധുരം തൊട്ട് കൊടുക്കുന്നത്. ഇപ്പൊ കൊടുക്കുന്നുണ്ടാ? ഇപ്പൊ ആരും മധുരം കൊടുക്കുന്നില്ല, പകരം ഇഞ്ചക്ഷൻ വെക്കും. ഇഞ്ചക്ഷൻ വെച്ചു, വേദനിച്ചു, കരഞ്ഞു, പനി വന്നു, കുട്ടി ആകെ അസ്വസ്ഥനായി. അപ്പൊ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി വേസ്റ്റ് ഇംപ്രഷൻ ആണ്. ആദ്യം തന്നെ കുത്താ കിട്ടിയ അപ്പൊ കുട്ടിക്ക് തോന്നുക ഐ ആം ഓക്കെ ബട്ട് യു ആർ നോട്ട് ഓക്കെ. ഈ ലോകം മുഴുവൻ എന്നെ കുത്താൻ വന്ന കാലം മാറാണെന്ന് കുട്ടിക്ക് തോന്നുക. ഇഞ്ചക്ഷൻ വേണ്ടേ? നിർബന്ധമായിട്ട് എല്ലാവർക്കും ഇഞ്ചക്ഷൻ കൊടുക്കണം കേട്ടോ. ഇഞ്ചക്ഷൻ എല്ലാവർക്കും വേണം. ഈ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ മരിച്ചു പോയിരുന്നു. പക്ഷെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് അല്പം തേന് നാവിൽ തൂക്കി കൊടുക്കുന്നതിന് ഒരു തെറ്റുമില്ലല്ലോ. അപ്പോ തേനും വയമ്പും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്റെ നാട്ടിലല്ല ഒരു ചടങ്ങുണ്ട്. പ്രസവം എന്ന മഹാപ്രക്രിയ ഏറ്റെടുത്തിരിക്കുന്ന സ്ത്രീയോടും അവളെ സഹായിക്കുന്ന അമ്മയോടും ആദരവ് പ്രകടിപ്പിക്കുന്ന ഒരു ചടങ്ങ്. നമുക്കറിയാമോ അത്? പ്രസവം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ലല്ലോ.
9 മാസം 12 ദിവസം താൻ ഇരിക്കുമ്പോൾ രണ്ടാളായി ഇരിക്കുന്നത്, താൻ കിടക്കുമ്പോൾ രണ്ടാളാ കിടക്കുന്നത്, താൻ ഉണരുമ്പോൾ രണ്ടാളാ ഉണരുന്നത്, താൻ കഴിക്കുമ്പോൾ രണ്ടാൾക്ക് വേണ്ടിയാ കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രദ്ധയോടുകൂടി നടക്കുന്ന 12 അല്ലെ, ശ്രദ്ധയോടുകൂടി നടക്കുന്ന 9 മാസം നടക്കുന്ന ആ പെണ്ണ് അവസാനം പ്രസവത്തിന്റെ വേദന അനുഭവിക്കുന്നു. ആ വേദന അനുഭവിച്ചിട്ട് പെറ്റുകൂടി ഇട്ടിട്ടുണ്ട്, ഞാൻ നാളെ ഓഫീസിൽ പോകാം, നിങ്ങൾ നോക്കണേന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? അതിനെ മുലയൂട്ടി അതിന്റെ കൈയും കാലും വളരുന്നത് വളർത്തി 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 കൊണ്ടുവന്നിട്ട് ഒരു മനുഷ്യൻ നടക്കാനാവുന്നത് വരെ അതിന്റെ പിറകെ നടക്കുന്ന പ്രക്രിയ ചെറിയ പ്രക്രിയയാണോ? അതൊരു ചെറിയ കാര്യമല്ല. നിങ്ങൾ അതിർത്തിയിൽ യുദ്ധം ചെയ്യുന്നത് പോലെ തന്നെ ഒരു വലിയ ദൗത്യം തന്നെയാണ് നമ്മുടെ കുട്ടിയെ പ്രസവിക്കുന്ന. എനിക്ക് എൻ്റെ ഭാര്യയോട് എപ്പോഴും ദേഷ്യം വരുമ്പോൾ ഞാൻ ഒറ്റ കാര്യം ആലോചിക്കും, എൻ്റെ മോനെ ആലോചിച്ചാൽ പിന്നെ എല്ലാ ദേഷ്യവും പോയി. കാരണം എൻ്റെ മോന് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്നെ കൊടുക്കാൻ പറ്റിയില്ലല്ലോ. എൻ്റെ ഭാര്യ അവളെ തന്നെ കൊടുത്തില്ലേ അല്ലേ? എൻ്റെ മകനെ ഞാൻ എടുത്തു നടന്നിട്ടുണ്ട്, പക്ഷെ എൻ്റെ വയറ്റിലിട്ട് നടക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അതിലെല്ലാ തെറ്റും പൊറുക്കപ്പെട്ടു. അപ്പൊ അതിനോട് ബഹുമാനം പ്രകടിപ്പിക്കാൻ ഭാര്യയ്ക്കും അവളുടെ അമ്മയ്ക്കും തിന്നാനുള്ള വക കൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തിന്നാൻ, പക്ഷെ ഇംഗ്ലീഷിലാ തിന്നുന്നതിന് പറയാം. ഇംഗ്ലീഷിൽ എന്താ തിന്നുന്നതിന് പറയാ? ഈറ്റ് എന്ന് പറയും അല്ലെ? ഈറ്റിന്റെ പൈസ കൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഇല്ലേ? 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 ഈറ്റിന്റെ അർത്ഥം വേറെയാണേ, ഞാൻ തമാശ പറഞ്ഞു, അതിന് വെറുതെ കണക്ട് ചെയ്ത. ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ചടങ്ങാണ് 28ാമത്തെ ദിവസം പേര് വിളി അല്ലേ? 28ന്റെ കണക്കറിയാവോ? 28ന്റെ കണക്കറിയാവോ ആർക്കും? എങ്ങനെയാ 28ാമത്തെ ദിവസം വന്നു? എല്ലാവരും 28 നമ്മൾ 28 അല്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോ എന്തിനും കാരണമില്ലാത്തൊരു കാര്യമില്ല. നമ്മുടെ കുട്ടികളുടെ ബേസിക് ആയിട്ട് നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ കുട്ടികൾ മാഷന്മാർ പറയുന്ന കണ്ണും കൂട്ടി വിശ്വസിച്ച് അതിൽ വിലയം പ്രാപിക്കുക പോകരുത്. അതിന്റെ അപ്പുറത്ത് ചിന്തിക്കണം. അധ്യാപകനാവുന്നത് എപ്പോഴാ? അധ്യാപകനാവുന്നത് തന്റെ മുന്നിലിരിക്കുന്ന കുട്ടി അധിയാപനം നടത്താൻ കേൾക്കുന്ന ഇടുമ്പോഴാണ്. അധി എന്ന് പറഞ്ഞാൽ കൂടുതലാണ് അല്ലേ? 2024 അധിവർഷമായത് എന്തുകൊണ്ടാണ്? 365 366 ദിവസമുണ്ട് ഈ വർഷം, ഫെബ്രുവരി 29 ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് അധിവർഷം. അധി എന്ന് പറഞ്ഞാൽ കൂടുതൽ. യാപകൻ, യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവനാണ് യാപകൻ. തന്റെ മുന്നിലിരിക്കുന്ന കുട്ടി തന്നേക്കാൾ കൂടുതൽ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോഴേ അധ്യാപകൻ ഉണ്ടാകുന്നുള്ളൂ. ടിന്റുമോന്റെ തമാശ കേട്ടിട്ടില്ലേ? ടിന്റുമോനോട് മാഷി ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാഞ്ഞിട്ട് പുറത്താക്കി അച്ഛനെയും കുട്ടി വരാൻ പറഞ്ഞു. അച്ഛൻ ചോദിച്ചു, നീ എന്താ മാഷി ചോദിച്ചിട്ട് ഉത്തരം പറയാൻ? അപ്പൊ ടിന്റുമോൻ പറഞ്ഞു, മാഷൊക്കെ അതിന്റെ ഉത്തരം എല്ലാം അറിയാം, വെറുതെ ചോദിച്ച എന്നോട്. മാഷൊക്കെ അറിയുന്ന കാര്യം പിന്നെ എന്നോട് ചോദിക്കണം. മാഷക്കറിയുന്ന ഉത്തരമല്ല, മാഷക്കറിയാത്ത ഉത്തരം പറയുമ്പോഴാണ് അധ്യാപകൻ, തന്റെ മുന്നിലിരിക്കുന്ന കുട്ടി തനിക്കറിയാത്ത ഉത്തരം കണ്ടെത്തുമ്പോഴാണ് അധ്യാപകൻ വിജയിക്കുന്നത്. അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന് പറയുന്ന ഒരു കുട്ടി അതിയാപനം നടത്തിയത് കൊണ്ടാണ് നമ്മളിപ്പോ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന കുട്ടി അതിയാപനം നടത്തിയത് കൊണ്ടാണ് ഈ ബൾബ് കത്തുന്നത്. അതിയാപനം നടത്തും. മാഷക്ക് അറിയുന്നത് മാത്രം പഠിച്ചിട്ട് പോകരുത്. എന്ത് കാര്യം, നമ്മളെല്ലാവരും കോളേജ് പഠിച്ചവരും സ്കൂളിൽ പഠിച്ചവരും അല്ലേ? നിങ്ങൾ ഇതുവരെ ആരോടെങ്കിലും ആഴ്ചക്കെന്താ മാഷ 7 ദിവസമായി എന്ന് ചോദിച്ചോ? എന്താ കണക്കെന്ന് ചോദിച്ചോ? ചോദിക്കണമായിരുന്നു. എന്തുകൊണ്ട് 7 ദിവസം? എന്തുകൊണ്ട് മണിക്കൂറിന് 60 മിനിറ്റ്? എന്താ 50 100 ആവാണ്ട് 60 ആക്കിയേ? ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് മാസത്തിന് 12, ഒരു വർഷത്തിൽ 12 മാസം? ചോദിച്ചോ? ചോദിക്കണം. 12ന്റെ കണക്കുണ്ട്. വെറുതെ 12 ഉണ്ടാക്കിയതല്ല. എല്ലാറ്റിനും ഒരു കണക്കുണ്ട്. എല്ലാറ്റിനും. നമ്മുടെ കണക്കെല്ലാം 10ാമത്തേനാ പൂജ്യം ഇടുന്നേ. എന്താ 10ന്റെ പ്രാധാന്യം? എല്ലാ ഭാഷയിലും 10. ഒന്ന് കഴിഞ്ഞാൽ 10ാമത്തേന് പൂജ്യം ഇടുന്നു, പിന്നെ ഗുണിക്കണം 10 അടുത്ത പൂജ്യം 100, പിന്നെ ഗുണിക്കണം 10 1 10 100 1000 10ന്റെ ഗുണിതങ്ങളാ. 20 30 പൂജ്യം ഇടുന്നല്ല. 20 30 40 50. എന്തുകൊണ്ട് 9ാമത്തോ 7ാമത്തോ എടുത്തില്ല? ചോദിച്ചിട്ടുണ്ടായിരുന്നു. 7ാമത്തോ 9ാമത്തോ. ഇംഗ്ലീഷിലും 1 10 100, ഹിന്ദിയിൽ 1 10 100 സഹസ്രം, സംസ്കൃതത്തിൽ 1 ദശം ശതം സഹസ്രം, അറബിയിലാവട്ടെ ചൈനയിലാവട്ടെ അമേരിക്കയിലാവട്ടെ എല്ലാം 10ന്റെ കണക്കിന്. എന്തുകൊണ്ട് 10? മലയാളത്തിൽ പൈസ കൂട്ടി വെക്കുന്നതിന് പേര് 10 എന്നാ. സമ്പത്ത്. സമ്പത്തില്ല. എന്താണ് 10ന് ഇത്ര പ്രാധാന്യം വന്നത് ചോദിച്ചിട്ടുണ്ടോ ഒരു കുട്ടിയും? ആർക്കും അറിയാവോ 10ന് എന്താ പ്രാധാന്യം വന്നതെന്ന്? അറിയില്ല. സിമ്പിളാണ് ഉത്തരം.
ലോകത്തെ ഏത് ഭാഷയുള്ളവരും എണ്ണാൻ പഠിച്ച സ്വന്തം വിരലുമേൽ എണ്ണീറ്റാ എല്ലാവർക്കും 10 വിരലായുണ്ട്. എല്ലാവർക്കും 10 വിരലാ. അത് യഹോവ സൃഷ്ടിച്ച യഹൂദനും ബ്രഹ്മാവ് സൃഷ്ടിച്ച ഹിന്ദുവിനും കർത്താവ് സൃഷ്ടിച്ച ക്രിസ്ത്യാനിക്കും അള്ളാഹു സൃഷ്ടിച്ച മുസ്ലിമിനും 10 വിരലാ. എല്ലാറ്റിനും മൂക്കിന് 2 ഓട്ടയാണ്, എല്ലാറ്റിനും ചെവി 2ആണ്, എല്ലാവർക്കും ചോരക്ക് നിറം ചോപ്പാ. ഇതെങ്ങനെ ഒത്തുവന്ന്? പലര് പല മൂലക്കെന്ന് സൃഷ്ടിക്കുമ്പോൾ എന്തൊക്കെ ഒരു മാറ്റം വേണ്ടേ? ഈ സോഫ്റ്റ്വെയർ എങ്ങനെ കോമണായി? യഹോവ സൃഷ്ടിച്ചതിന്റെ സോഫ്റ്റ്വെയർ ബ്രഹ്മാവിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ട് ബ്രഹ്മാവ് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഹിന്ദുക്കൾ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അത് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്തത് കണ്ടിട്ട് കർത്താവ് ക്രിസ്ത്യാനികളെ ഉണ്ടാക്കി. അത് മെസ്സഞ്ചറിൽ അള്ളാഹുവിന് അയച്ചു കൊടുത്തു. അള്ളാഹു അത് ഡൗൺലോഡ് ചെയ്തിട്ട് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയെന്ന് ആരും പറയോ? അതാ വസുധ ഏവം കുടുംബകം. ഓർത്താൽ ഒരൊറ്റ തറവാട്ട് കാണാം. 10ന്റെ കണക്കെങ്ങനെ ഉണ്ടായെന്ന ചോദ്യത്തിൽ നിന്ന് വസുധൈവ കുടുംബത്തിലേക്ക് എത്തിയോ നമ്മൾ? ഇതാണ് വിദ്യാർത്ഥി. പഠിക്കണം. പാഠപുസ്തകത്തിലുള്ളത് മാത്രം പഠിച്ചാൽ പോരാ, അതിയാപനം നടത്തണം. ഞാൻ അമ്പലങ്ങളിൽ കുറേയായി പോയി ചോദിക്കുന്നു. 41 ദിവസത്തെ മണ്ഡലകാല വ്രതം അല്ലേ, 41ന്റെ കണക്കറിയുന്നവർക്ക് 1000 ഉറുപ്പ് തരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരാൾ വാങ്ങിയിട്ട് 1000 ഉറുപ്പ്. 41 ദിവസമാണല്ലോ മണ്ഡലകാല വ്രതം. ഈ 41ന്റെ കണക്കായ ഇവിടെ ആർക്കും അറിയാവോ? 41ന്റെ കണക്കെന്താ ചോദിക്കാനില്ല. പറഞ്ഞു കേട്ടിട്ട് പോകരുത് കേട്ടോ. ഓരോ വിദ്യാർത്ഥിയും കൂടുതൽ അന്വേഷിക്കാൻ പഠിക്കണം. 28ന്റെ കണക്കെന്താ? സിമ്പിളാ. മലയാളിക്ക് ഡേറ്റ് ഉണ്ടായിരുന്നില്ല. AD 825 വരെ നമുക്ക് ഡേറ്റ് ഇല്ല, തീയതിയില്ല. AD 825 നമ്മുടെ സ്വന്തം കലണ്ടർ ഉണ്ടായത്. ഈ ചുമരുമ തൂക്കുന്ന കലണ്ടർ AD 1500 പോർച്ചുഗീസുകാർ വന്നേരാണ് നമ്മൾ ഈ കലണ്ടർ ചുമരുമ തൂക്കുന്ന കലണ്ടർ കണ്ട്. നമ്മുടെ സ്വന്തം കലണ്ടർ കൊല്ലത്ത് വെച്ചുണ്ടാക്കിയതാ. അതാ കൊല്ലവർഷം എന്ന് പേര്. മനസ്സിലായോ? ആ കലണ്ടറിന്റെ പേരറിയാവോ ആർക്കെങ്കിലും? നമ്മുടെ സ്വന്തം കലണ്ടറിന്റെ പേരറിയാവോ? അറിയാവോ? ശകവർഷ കലണ്ടർ ഉത്തരേന്ത്യയില്ല. നമ്മുടെ മലയാളികളുടെ സ്വന്തം കലണ്ടർ, അതിന്റെ പേര് പഞ്ചാംഗം എന്നാണ്. പുസ്തക രൂപത്തിലാ, ചുമരുമ തൂക്കുന്നല്ല. പഞ്ചാംഗം ഇപ്പോഴുണ്ടാവും. ആ പഞ്ചാംഗ പ്രകാരം ആണ് നമുക്ക് ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു അങ്ങനെ മാസങ്ങളും അതിന് ദിവസങ്ങളൊക്കെ ഉണ്ടായി, ഡേറ്റ് ഉണ്ടായി. അതിനു മുമ്പ് നമുക്ക് ഓരോ ദിവസത്തിനും ഓരോ നക്ഷത്ര പേരാണ്. നക്ഷത്രം അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്ര. അതുകൊണ്ട് ഒരു കുട്ടീന്റെ ജന്മദിനം ഫസ്റ്റിൽ വരെ 28ാമത്തെ ദിവസം. മനസ്സിലായോ? 1980 മുമ്പ് ജനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ 3 ജന്മദിനം ആഘോഷിക്കാം. 1969 ഏപ്രിൽ 27-ാം തീയതിയാണ് ഞാൻ ജനിച്ചത്. ഇന്ന് 1969 ഏപ്രിൽ 27-നാണ് ഞാൻ ജനിച്ചത്. ഇന്നാണ് എൻ്റെ ജന്മദിനം. പക്ഷേ ഇന്നത്തെ ജന്മദിനം എനിക്ക് ജന്മദിനമല്ല. കാരണം എന്താണെന്നറിയോ? എൻ്റെ ജന്മദിനം എൻ്റെ അമ്മ ആഘോഷിക്കുക മേടമാസം മകൻ നക്ഷത്രത്തിനാണ്. മേടമാസം മകൻ നക്ഷത്രത്തിലെ അമ്മ പായസം വെക്കും, അമ്പലത്തിൽ പോകും. പിന്നെ എൻ്റെ ഔദ്യോഗിക ജന്മദിനം തൊടീക്കളം GLP സ്കൂളിൽ നെട്ടൂർ കുഞ്ഞിരാം മാഷ് നിശ്ചയിച്ചതാണ്. എന്നെ ചേർക്കാൻ വേണ്ടി അച്ഛൻ കൂട്ടി പോയപ്പോ അച്ഛനോട് ചോദിച്ചു, നാരായണ എപ്പാടോ ഇവനെ പെറ്റിന്? അപ്പൊ അച്ഛൻ പറഞ്ഞു, പെരളിമലക്ക് പൊനംകൃഷി നടത്തിയ കൊല്ലാ മാഷെ പെറ്റ്. അതേത് കൊല്ലാടോ പൊനംകൃഷി നടത്തിയ? അത് കണ്ണവും പാലത്തിന് കണ്ണടഞ്ഞിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല, അക്കൊല്ലാന്ന്. ഇതേടുന്ന് മാഷക്കറിയൂ? മാഷ് പറഞ്ഞു, ജൂണിൽ 5 വയസ്സ് തികയണമെങ്കിൽ മെയ്യിലെങ്കിലും മിനിമം പ്രസവിക്കണം. അതുകൊണ്ട് നിന്റെ ജന്മദിനം മെയ് 4. നിന്റെ ജന്മദിനം മെയ് 4. അതെന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിലും SLC ബുക്കിലും വന്നു. ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ മെയ് 4 കൊടുത്തു. മെയ് 4 കൊടുത്തിട്ട് ഇപ്പൊ മെയ് 4-ാം തീയതി എനിക്ക് സുഹൃത്തുക്കൾ ഇങ്ങനെ മെസ്സേജ് അയക്കും, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഞാൻ അതെല്ലാം പരേതനായ നെട്ടൂർ കുഞ്ഞിരാം മാഷിന്റെ പാതാരവിന്ദങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. കാരണം അത് അയാൾ നിശ്ചയിച്ച 80-ന് മുമ്പ് ജനിച്ച എല്ലാവർക്കും 3 ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ ഏപ്രിൽ 27-ആണ് കണ്ടെത്തിയത്. ഞാൻ 1969-ലെ പഞ്ചാംഗം എടുത്ത് നോക്കി. ആ പഞ്ചാംഗത്തിൽ മേടമാസത്തിൽ മകൻ നക്ഷത്രം ഏത് ദിവസമാണ് കണ്ടെത്തിയിട്ടാണ് ഏപ്രിൽ 27-ന് ഒറിജിനൽ ഞാൻ മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത ഡേറ്റ് എന്ന് ഞാൻ കണ്ടെത്തിയതാണ്. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, 28-ാമത്തെ ദിവസം ഒരു കുട്ടീന്റെ നക്ഷത്രം ആദ്യം വരും. അന്ന് പേര് വിളിക്കും, പാല് കൊടുക്കും. അന്നൊരു അരയിലൊരു നൂലും കെട്ടും. കണ്ടില്ല? ഈ നൂല് കെട്ടുന്ന എന്തിനാണെന്ന് എല്ലാ കുടുംബാംഗങ്ങളും മനസ്സിലാക്കണം. നൂല് കെട്ടുന്ന എന്തിനാണെന്ന് ഈ അമ്പലത്തിൽ പ്രസംഗിക്കാൻ വരുന്ന സ്വാമിമാരോടും ആധ്യാത്മിക പ്രഭാഷകന്മാരോടെല്ലാം ഞാൻ ചോദിച്ചു, ഈ നൂല് കെട്ടുന്നതിന്റെ അർത്ഥം എന്താണ്? ഒരാൾ ഉത്തരം പറഞ്ഞില്ല. എനിക്ക് കിട്ടിയ ഒരു ഉത്തരം, പാട്യം പഞ്ചായത്തിന്റെ വയോജന സംഗമത്തിൽ
സാംസ്കാരിക പകർച്ചയുടെ കുടുംബം എന്നൊരു വിഷയത്തെ പറ്റി ക്ലാസ് എടുക്കാൻ ഞാൻ പോയി. അവിടുന്ന് ഞാൻ ചോദിച്ചു, ഈ നൂല് കിട്ടുന്നതിന്റെ അർത്ഥം ആരോടും ചോദിച്ചിട്ട് കിട്ടിയില്ല, ഇനിയാർക്കൊന്നും അറിയോ? അപ്പൊ റിട്ടയർഡ് ആയ ഒരു രാജശ്രീ ടീച്ചർ പറഞ്ഞു, ആരും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എനിക്കിപ്പോ തോന്നിയൊരു ഉത്തരം പറഞ്ഞുതരാം. ആ ടീച്ചർ പറഞ്ഞ ഉത്തരം ഇതാണ്: അത് കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന അമ്മ മാത്രം, പ്രസവിക്കുന്നതും അമ്മ, മുലയൂട്ടുന്നതും അമ്മ, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അമ്മ. പക്ഷേ കുട്ടി അമ്മേന്റെ മാത്രമല്ലല്ലോ, അച്ഛന്റെ കൂടിയല്ലേ. അപ്പൊ അച്ഛനൊരു പരാതി വേണ്ടെന്ന് വിചാരിച്ചിട്ട് 28ാമത്തെ ദിവസം കുട്ടീനെ പാർട്ടീഷൻ ചെയ്ത് രണ്ടാക്കി നടുക്കൊരു അതിരിടുന്ന പകുതി അച്ഛനും പകുതി അമ്മ. അതാണ് ഈ അരയിൽ നൂല് കെട്ടുന്നതെന്ന് ടീച്ചർ പറഞ്ഞ രസകരമായ മറുപടിയാ. പക്ഷെ അതല്ല. ആ നൂല് കെട്ടുന്നതിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ നൂല് കെട്ടുന്നതിലൂടെ ഒരു മനുഷ്യക്കുട്ടിയുടെ ശാരീരികമായ ചോദനകൾ, ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ്, മൃഗതൃഷ്ണ, അതെല്ലാം നമ്മുടെ ശരീരത്തിലുണ്ട്. മൃഗതൃഷ്ണ, വിശക്കുമ്പോ തിന്നണം, അല്ലേ, മൂത്രയിക്കണം, വിസർജിക്കണം, ഇണചേരണം എന്നൊക്കെയുള്ള മൃഗതൃഷ്ണ നമ്മുടെയൊക്കെ ശരീരത്തിലുണ്ട്. ഈ തൃഷ്ണയെ സംസ്കാരം കൊണ്ട് പിടിച്ചു കെട്ടുക. എന്താ സംസ്കാരം? സംസ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ലല്ലോ, തലമുറയായിട്ട് വന്നതല്ലേ സംസ്കാരം. അത് ഒരു നൂല് പോലെയാണ്. നൂലിന്റെ പ്രത്യേകത അതിന് അറ്റമില്ല. എത്ര വേണം പിരിച്ച് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റിയതാ നൂല്. കാലവും ദേശവും കൊണ്ട് പിരിച്ചുണ്ടാക്കിയ നൂല് കൊണ്ട് ആ കുട്ടിയുടെ ശരീരത്തെ ബന്ധിക്കുക. എന്റെ സംസ്കാരം എന്റെ അച്ഛൻ വന്നപ്പാൽ നാരായണക്കുറുപ്പ് വിരിച്ചെന്റെ ബാക്കി വിരിച്ച ഓറുണ്ടാക്കിയ നൂല് ഓരച്ഛൻ ഇടവന നാരായണ നമ്പ്യാർ വിരിച്ചെന്റെ ബാക്കി വിരിക്കുക. ഓരച്ഛൻ കോളാരി കേളപ്പം നമ്പ്യാർ വിരിച്ചെന്റെ ബാക്കിയ, ഓരച്ഛൻ തോലമ്പറ പൈതൽ നമ്പ്യാർ വിരിക്കുക. ഇത്രയും എനിക്കറിയാം, അതിന്റെ അപ്പുറമുള്ള ആളെ അറിയില്ല. നമുക്ക് എത്ര കുട്ടികൾക്ക് തന്റെ അച്ചാച്ചന്റെ പേരറിയാം, ഓരച്ഛന്റെ പേരറിയാം. അതുകൊണ്ട് തലമുതിർന്ന ആളുകളോട് ഞാൻ പറയാനുള്ളത്, നിങ്ങൾ കുട്ടികളെല്ലാം വിളിച്ചിട്ട് അവരുടെ കയ്യിൽ ഒരു പഴയ ഡയറി കൊടുക്കുക, കവറുള്ള കട്ടി കവറുള്ള, എന്നിട്ട് കുട്ടികളുടെ പേരും അവരുടെ അച്ഛന്റെ പേരും അമ്മയുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം അതിൽ എഴുതിയിട്ട് അച്ചാച്ചന്റെയും അച്ഛമ്മേന്റെയും അമ്മമ്മേന്റെയും എല്ലാം പേര് എഴുതുക. 4 ആളുണ്ടാവില്ല, അച്ഛനും അമ്മേന്റെയും 4 ആളുണ്ടാവില്ല. അപ്പം ആ 4 ആളെ പേര് എഴുതുക. എന്നിട്ട് അച്ചാച്ചന്റെ അച്ചാച്ചനെ വരെ അത് എഴുതി വെക്കുക. കാരണം നിങ്ങൾക്ക് ശേഷം പിന്നെ ആരറിയവരെ. എന്നിട്ട് കുട്ടികളോട് പറയാം, നിങ്ങൾ ഓരോ മക്കൾ ഉണ്ടാവുമ്പോൾ അവർക്ക് ഇത് മുഴുവൻ പകർത്തിയിട്ട് മക്കൾക്ക് കൊടുക്കണം. ബ്രിട്ടീഷുകാരുടെ മഹത്വം, അവർ ലോകം കീഴടക്കിയതിന്റെ പ്രത്യേകത അവർക്ക് ചരിത്രപരമായ ബന്ധമാണ്. ഓരോ ബ്രിട്ടീഷ് വീട്ടിലും 1000 വർഷം മുമ്പ് വരെയുള്ള ആ വീടിന്റെ ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുണ്ട്. അറിയാം, നമുക്ക് എത്രയാൾക്കറിയാം? നമ്മുടെ കുടുംബത്തിന്റെ ചരിത്രം 1000 വർഷം മുമ്പുള്ളവരെയുള്ള ചരിത്രം ഓരോ ബ്രിട്ടീഷ് പൗരനും തന്റെ കയ്യിലെ ഡയറിയിൽ എഴുതി വെക്കുന്ന. അതുപോലെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ കഴിഞ്ഞുപോയ തലമുറ പിരിച്ചു വന്നതാണ് നമ്മുടെ സംസ്കാരം. ആ സംസ്കാരം കൊണ്ട് ശരീരത്തെ ബന്ധിക്കുക. മോനെ, ഇനി നിന്റെ ശരീരത്തിന്റെ ചോദനകൾ എന്ന് പറഞ്ഞാൽ ശരീരം ഗുരുവും മനസ്സ് ലഘുവുമായി നടക്കുന്നതിനാണ് മൃഗം എന്ന് പറയുക. മൃഗം ധർമ്മശാലയിൽ ഒരു ധർമ്മവും കാണിക്കൂല. ഒരു പശു വന്നാൽ അതിന് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ അതിനൊരു ധർമ്മമില്ല, ആടെ പാല് പൊതിച്ച് മൂത്രമൊഴിക്കും. അവിടെ ചാണകവും റോഡിൽ വെച്ച് പട്ടിയിണ ചേരും, അതിന് ധർമ്മമൊന്നും നോക്കണ്ടില്ല. ശരീരത്തിന് എന്താ തോന്നുക അത് മനസ്സ് കീഴ്പ്പെടും. മൃഗങ്ങൾക്കും മനസ്സുണ്ട്, പക്ഷെ ആ മനസ്സ് ശാരീരിക ചോദനകൾ നിർവഹിക്കാൻ വേണ്ടി മാത്രമുള്ള മനസ്സാണ്. മൃഗങ്ങൾക്ക് കണക്കറിയാം, നായ്ക്ക് കണക്കറിയാൻ ഞാൻ തെളിവ് തരട്ടെ. വീതി കുറഞ്ഞ റോഡിലൂടെ നിങ്ങൾ സ്കൂട്ടർ കൊണ്ട് പോകുമ്പോ റോഡിന്റെ പകുതിക്ക് ഒരു പട്ടി കിടക്കുന്നുണ്ട്. സ്കൂട്ടറിന്റെ ഒച്ച കേട്ടാ പട്ടി അനങ്ങൂല, കാരണം സ്കൂട്ടർ കൊണ്ട വീതി ആടെ ഉണ്ടല്ലോ. പറയുമല്ലോ, കാറോ ലോറിയോ നോക്ക്, കാറോ ലോറി വന്ന പട്ടി എഴുന്നിട്ട് മാറിക്കൊടുക്കും. കാരണം ലോറിന്റെ വീതി എത്രയാണെന്നോ സ്കൂട്ടറിന്റെ വീതി എത്രയാണെന്നുള്ള കണക്ക് പട്ടിക്കറിയാം. അതുകൊണ്ടല്ലേ ലോറി പോകുമ്പോൾ എഴുന്നേറ്റ് മാറിക്കൊടുക്കുന്നേ. നമ്മളെ കൂട്ടത്തിലെ നായിക്ക് ഈ കണക്കറിയില്ല, അതുകൊണ്ടാണ് റോഡ് മേൽ വെച്ച് പോകുന്നത്. കണ്ടിട്ടില്ലേ ബ്ലോക്ക് ആക്കുന്നത്, അല്ലേ? മൃഗങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത്, മൃഗങ്ങൾക്ക് മനസ്സുണ്ട്, പക്ഷെ അത് ശരീരത്തിന് കീഴ്പ്പെടുകയാണ്. നമ്മുടെ കുടുംബത്തിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കുക. തിന്നാൻ കൊടുക്കുന്ന ശരീരത്തിന്റെ ചോദനകൾ ഉണ്ടാക്കുന്ന ഇടമാണ് കുടുംബം എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരുത്തണം. അത് ശരീരം ഗുരുവല്ല, ശരീരം ലഘുവാണ്. മനസ്സിന്റെ ഭാവനകൾക്കനുസരിച്ച് ശരീരത്തെ നിയന്ത്രിക്കുന്ന, അത് പഠിപ്പിക്കുന്ന ഇടമാണ്, വിദ്യാലയമാണ് കുടുംബം. ശരീരമാണ് മേജർ എന്ന് പറഞ്ഞാൽ അത് മൃഗമാണ്. മനസ്സാണ് മേജർ, ശരീരം വെറും ഒരു സോൾജ്യം. മനസ്സിലായി? മേജർ ആരാ? മനസ്സാണ്. മനസ്സിനെ മാംസത്തിൽ നിന്ന് ഉയർത്തേണമേ എന്ന പാട്ടൊക്കെ കേട്ടിട്ടില്ലേ?
മനസ്സ് പ്രധാനം. മനസ്സുകൊണ്ട് നമ്മൾ ഇവിടെ മൂത്രയിക്കാൻ മുട്ടിയോട് ചോദിക്കോ? നമ്മൾ പറയും അനങ്ങാണ്ട് കിടന്നോ പേരിങ്ങോട്ടല്ലേ, ശരീരത്തോട് പറയും നിക്ക് പുറത്തു പോട്ടെ, ടോയ്ലറ്റിൽ എത്തട്ടെ എന്ന്. ശരീരത്തെ നിയന്ത്രിക്കണം. പക്ഷെ ഇപ്പൊ നമ്മുടെ ന്യൂ ജനറേഷൻ വരുന്ന ഒരു പ്രശ്നം, നമ്മളെല്ലാ സ്കൂളിലും, ലോകത്തെ എല്ലാ ക്ലാസ് സ്കൂളിലും പഠിപ്പിച്ച ഒരു കഥയുണ്ട്. ആ കഥ ആമയും മുയലും പന്തയം വെച്ച കഥയാണ്. ഇത് മുയല് കിടന്നുറങ്ങി, ആമ പോയി സമ്മാനം വാങ്ങി. എന്നിട്ട് മാഷ് ആ കഥ പറഞ്ഞിട്ട് കുട്ടികളോട് പറയും, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. എന്നാൽ ഈ കഥക്ക് ഒരു പുതിയ വേർഷൻ നമുക്ക് ഉണ്ടാക്കണം. നമ്മുടെ ശരീരം ആമയെ പോലെ മെല്ലെ വളരുന്നതും മനസ്സ് മുയലിനെ പോലെ കുതിച്ചു പായുന്നു. ശരീരം ആമയെ പോലെയാ. ഒരു പശു പ്രസവിച്ചാൽ പശുക്കുട്ടി 1/2 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റോടൂല്ലേ? നമ്മളെ കുട്ടി 1/2 മണിക്കൂർ കൊണ്ട് ഓടിയോ? 6 മാസം കഴിഞ്ഞിട്ടില്ലേ ദോശ മറിച്ചിടാൻ, കുമ്പിടാൻ? ഒന്ന് കുമ്പിടാൻ 6 മാസം കഴിഞ്ഞിട്ടില്ലേ? അംഗൻവാടി പോകുമ്പോൾ 3 വയസ്സാവും. എത്ര തവണ വീണിട്ടാ നടക്കാൻ പഠിക്കുന്നത്? പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും. എന്ന പശു 3-ാമത്തെ വയസ്സിൽ പ്രസവിച്ചിട്ടൊരമ്മയാ. നമ്മളെ കുട്ടി കുഞ്ഞുമോളാ. ശരീരം, മനുഷ്യന്റെ ശരീരം ആമയെ പോലെ ഇഴഞ്ഞിഴഞ്ഞ് വളരുന്നു. മനസ്സോ? ഈ കുട്ടികൾക്ക് പറയുന്ന വർത്താനങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ബുദ്ധി കണ്ടിട്ടുണ്ട്. നമ്മളെ 10 ഇരട്ടി ബുദ്ധി ഈ കുട്ടിയൊക്കെ ഉണ്ട്. നമ്മുടെ മുയലിനെ പോലെ കുതിച്ചു പായി. പക്ഷേ ഇനിയാ ശ്രദ്ധിക്കേണ്ടത്, രക്ഷിതാക്കളെല്ലാം ശ്രദ്ധിക്കേണ്ടത്, ഒരു നിശ്ചിത പ്രായത്തുമ്പോ ആ മനസ്സങ്ങ് കിടന്നുറങ്ങും, ശരീരം ഓവർടേക്ക് ചെയ്യും. എപ്പോഴാ? ഒരു 12-13 വയസ്സങ്ങ് എത്തുമ്പോഴേക്ക് ശരീരത്തിന്റെ ഹോർമോൺ ഉൽപാദനം ആരംഭിക്കും. ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു. ആ വിളക്ക് കൊടുക്കും, വിളക്ക് കെടുത്തു. AC ഹാളിൽ വിളക്ക് നേരെ കത്തിച്ചു വെക്കാൻ പാടില്ല എന്നറിയാം, അത് ശാസ്ത്രീയമാണ്. അതെ, നമ്മൾ ശ്വസിക്കേണ്ട ഓക്സിജൻ മുഴുവൻ വിളക്ക് വെച്ചു. കുട്ടികൾക്ക് അസ്വസ്ഥതയില്ല. അതായത് കുട്ടികളെ കണ്ടപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. AC ഹാളിൽ, അടച്ചിട്ട ഹാളിൽ ഒരിക്കലും വിളക്ക് കത്തിച്ചു വെക്കരുത്. കത്തിക്കാം, അപ്പം കെടുത്തി വെക്കണം. കാരണം നമ്മുടെ ഓക്സിജൻ മുഴുവൻ അത് വലിച്ചെടുത്തത്. അപ്പൊ ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു. മനസ്സിലായോ? ഉള്ളിലൊരു വസന്തം വരും. അത് സ്വാഭാവിക പ്രകൃതിയുടെ നിയമം. 18 വയസ്സിലെ പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന്, 21 വയസ്സിലെ ആൺകുട്ടിക്ക് വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് ആർക്കറിയില്ല? പ്രകൃതിക്കറിയില്ല. പ്രകൃതി 12 വയസ്സിൽ പെൺകുട്ടി ഋതുമതിയാക്കും. ഇന്ത്യൻ പെനൽ കോഡ് നോക്കിയിട്ടല്ലല്ലോ ഋതുമതിയാവുന്നത്. അപ്പൊ ഇവന്റെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ചെക്കനൊന്ന് ചിരിച്ചു കാണിച്ചാൽ, ഒരു ചിരി കണ്ടാൽ അത് മതി. 2 ആഴ്ച ഓർക്കുണ്ടാവില്ല. ഒരു മൊഴി കേട്ടാൽ അത് മതി. ശരീരം ഗുരുവാവും. മനസ്സ് നിയന്ത്രിക്കേണ്ട മനസ്സ് കിടന്നുറങ്ങും. ഊറ്റി വലുതാക്കി അച്ഛന്, നാടിന്റെ മര്യാദ, അമ്മ, കുടുംബം, സ്നേഹം, ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത് മനസ്സാണ്. ആ മനസ്സാകുന്ന മുയല് കിടന്നുറങ്ങി, ശരീരം പോയി, കണ്ടോന്ന് പോയി ട്രോഫി വാങ്ങി വരും. കണ്ടിട്ടില്ലേ? ആമ ട്രോഫി വാങ്ങി വരുമ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ട് ട്രോഫി എടുത്തിട്ട് വരും. എന്റെ അമ്മയെ പറ്റിപ്പോയി, ഓം വെറും കഞ്ചാവേന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് വരും. കണ്ടിട്ടില്ലേ? ഇത് പുതിയ ന്യൂ ജനറേഷൻ നേരിടുന്ന പ്രശ്നമാണ്. അവന്റെ ശരീരം മേജറും മനസ്സ് കേവലം ശിവായുമായി മാറുന്നു. ഇതിനെ തിരിച്ചിടുന്ന ഇടമാണ് കുടുംബം. മനസ്സു മേജറാവണം, മനസ്സ് നിയന്ത്രിക്കണം ശരീരത്തെ. അത്തരത്തിലേക്ക് മനസ്സിനെ ഉണർത്താൻ 28ാമത്തെ ദിവസം ശരീരത്തെ കൺട്രോൾ ചെയ്ത് മനസ്സിനെ ഉണർത്താനുള്ള കുടുംബാന്തരീക്ഷം എന്താ നിങ്ങളുടെ വീട്ടിലുള്ളത്? നിങ്ങളുടെ വീടിൽ അത്തരത്തിൽ രാജ്യത്ത് നിങ്ങളെല്ലാം രാജ്യവും രാഷ്ട്രവും തമ്മിലുള്ള വ്യത്യാസം അറിയാവോ? രാജ്യം രാജാവിൻ്റെതാ, നാടുവാഴിത്തം, രാഷ്ട്രം ജനങ്ങളുടേതാ. റിപ്പബ്ലിക് എന്താണ്? ഒരു സ്കൂളിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ഞാൻ പോയിച്ചു. അപ്പൊ റിപ്പബ്ലിക് ദിനവും സ്വാതന്ത്ര്യദിനവും തമ്മിൽ എന്താ വ്യത്യാസം? കുട്ടികളോട് ചോദിച്ചു. കുട്ടികളൊന്നും പറയുന്നില്ല. അപ്പൊ ഏറ്റവും പഠിക്കുന്ന ചെക്കനോട് പറഞ്ഞു കൊടുക്കടാന്ന് പറഞ്ഞു മാഷ്. ഒരാളൊന്നും പറഞ്ഞില്ല, മോശമല്ലേ? ഓൻ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, സ്വാതന്ത്ര്യദിനത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പതാക ഉയർത്തുക. അപ്പൊ പ്രസിഡന്റിന് പതാക ഉയർത്താൻ വേണ്ടി ഒരു ദിവസം ഉണ്ടാക്കി. റിപ്പബ്ലിക് ദിനം. ഇങ്ങനെ എത്ര സങ്കുചിതമായിട്ടാണ് കുട്ടികൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൻ്റെതാണ്. റിപ്പബ്ലിക്കാണ്. ഈ രാജ്യത്തെ എല്ലാം സ്ഥാവര ജംഗമ സ്വത്തുക്കളെല്ലാം പബ്ലിക്കിന് അവകാശപ്പെട്ടതായിരുന്നു. പക്ഷേ കുറച്ച് രാജാക്കന്മാരെ അത് കൈവശപ്പെടുത്തി.
അവർ തമ്മിൽ യുദ്ധം ചെയ്തിട്ടല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു, ജനതയ്ക്ക് വേണ്ടിയാണ്. അല്ലാതെ നരേന്ദ്രമോദിക്ക് വേണ്ടിയോ ദ്രൗപദി മുർമുവിന് വേണ്ടിയോ അല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യൻ ജനതയ്ക്ക് 135 കോടി മനുഷ്യർക്ക് വേണ്ടിയാണ്. എന്നാൽ സാമൂതിരിക്ക് വേണ്ടിയാണ് ചാവേറുകൾ 60,000 മരിച്ചത്. ഇവിടെ തിരുനാവ മണപ്പുറത്ത് വള്ളുവ കോനാതിരിക്ക് വേണ്ടിയും സാമൂതിരിക്ക് വേണ്ടിയാണ് 60,000 ചാവേറുകൾ പടവെട്ടി മരിച്ചത്. എന്തിനാണ്? ആ നിലപാട് പറയിൽ ആരാണ്? സാമൂതിരിയാണോ വള്ളുവക്കോനാതിരിയാണോ കയറി ഇരിക്കേണ്ടതെന്ന വെറും ഈഗോ ക്ലാഷിന്റെ പേരിലല്ലേ ആ മരിച്ചത് കൊന്നത് മുഴുവൻ? അമ്പേന്തി വില്ലേന്തി വാളേന്തിയും തമ്പേറിൻ താളത്തിൽ പോരാടിയും നിലപാടു നിന്ന തിരുമേനിമാർ തല കൊയ്തെറിഞ്ഞു പടകൾ നയിച്ച കഥ ഇന്നെന്റെ ഉണ്ണി കരങ്ങേറുവാൻ അരിയ കണ്ണാടി ചില്ലൊത്ത തീരങ്ങളിൽ പറയുമാമാങ്കം പല കുറി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ നാവായിൽ എന്ന യേശുദാസിന്റെ ലളിതഗാനം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരുതുന്നത് രാജാക്കന്മാരെ മുള്ളുമൂത്ത മീനും വരിക്കപ്ലാവിന്റെ ചക്കക്കുമ്പോഴും തമ്മിൽ യുദ്ധം ചെയ്തു. രാജാവിൻ്റെതാണ് രാജ്യം. ആ യുദ്ധത്തിന്റെ വിടവിലൂടെയാണ് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും കയറി വന്നത്. അവർക്കെതിരായിട്ട് ഇന്ത്യ സ്വാതന്ത്ര്യ സമരം നടത്തി. ആ സ്വാതന്ത്ര്യ സമരത്തിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമായിട്ടാണ് നിങ്ങളുടെ ചിഹ്നത്തിൽ, നിങ്ങളുടെ TKS-ന്റെ ചിഹ്നത്തിൽ 2 കൈകൾ ചേർത്ത് പിടിക്കുന്നില്ലേ? അതിന്റെ മുകളിൽ കുങ്കുമ നിറമുണ്ടല്ലോ, അത് ദേശീയ പതാകയുടെ മുകളിലെത്ത നിറമാണ്. ആ നിറം കേവലം ഒരു നിറമല്ല, തുണികൾ കീറത്തുണിയല്ല. ആ നിറം സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ്. എത്രയെത്ര ആളുകൾ പോരാടി മരിച്ചു. മധ്യത്തിലുള്ള അതിന്റെ വെളുത്ത നിറം സമാധാനത്തിന്റെയും നന്മയുടെയും പ്രതീകമാണ്. അതിന്റെ അടിയിലുള്ള പച്ച നിറം സമൃദ്ധിയുടെ പ്രതീകമാണ്. പച്ചപ്പുള്ള ഇന്ത്യ, പച്ചപ്പ് സമൃദ്ധിയുടെ പ്രതീകമായി. ഇതാണ് ഇന്ത്യ. അത്തരത്തിലുള്ള ദേശീയ പതാക നമ്മൾ വലിച്ചുയർത്തി. പക്ഷെ ഇന്ത്യയിലെ ഭരണാധികാരി ആര്? ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചു, ഇന്ത്യയിലെ ഭരണാധികാരി ഞങ്ങളാണ്. വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, ഹം സബ് ഭാരതീയ. NCC-യിലെ ഞങ്ങളെ ഗാനം എനിക്കിപ്പോഴുണ്ട്. ഹം സബ് ഭാരതീയ ഹേ, ഹം സബ് ഭാരതീയ ഹേ, അപ്നി മഞ്ജിൽ ഏക് ഹേ, ആഹാ ഏക് ഹേ, ഓഹോ ഏക് ഹേ എന്നൊരു പാട്ട്. നമ്മളെല്ലാം പല ജാതിയും മതവും പല വേഷവും പല പാർട്ടിയും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒറ്റ നിറം കൊണ്ട് പൂക്കളം ഉണ്ടാക്കിയ രസം ഉണ്ടാവുമോ? ഓണത്തിന് പൂക്കൾ ഇടുമ്പോൾ എല്ലാം മഞ്ഞപ്പൂവ് മാത്രമാക്കിയ രസം ഉണ്ടാവുമോ? ചുവന്ന പൂവ് മാത്രമാക്കിയ രസം ഉണ്ടാവുമോ? വൈവിധ്യങ്ങളുടെ പൂക്കളമാണ്. എരഞ്ഞോളി മൂസ എന്ന് പറയുന്ന ഒരു മാപ്പിളപ്പാട്ട് കലാകാരനെ അറിയില്ലേ? അദ്ദേഹം പാടുന്ന ഒരു മനോഹരമായ ഗാനമുണ്ട്. എന്തെല്ലാം വർണ്ണങ്ങൾ, ഏതെല്ലാം ഗന്ധങ്ങൾ, ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ, അതുപോൽ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. നമ്മൾ പലതാളുണ്ടാവും, പല വേഷവും പല ഭാഷയൊക്കെ ഉണ്ടാവും അല്ലേ? പല ഭാഷയുണ്ടാവും. നമ്മളെ മുണ്ടുടുക്കൽ ഉത്തരേന്ത്യക്കാർക്ക് അത്ഭുതമല്ലേ? മുണ്ടുടുത്തിട്ട് ഇങ്ങനെ ടൗണിലൂട്ട് നടന്നു നോക്കും, എല്ലാവരും ഇങ്ങനെ നോക്കൂ. ഞങ്ങൾ പൂനെയിൽ പോയിട്ട്, ഞാൻ ജില്ലാ പഞ്ചായത്തിലെ കഴിഞ്ഞ തവണയും അംഗമായിരുന്നു. ഞങ്ങൾ പൂനെയിൽ പോയിട്ട് അവിടുന്ന് കുളിക്കുമ്പോൾ എല്ലാവരും ഭയങ്കര അത്ഭുതത്തോടെ നോക്കുക. ഞങ്ങൾ എന്താ കുളിക്കുന്നത് കണ്ടിട്ടില്ലേ? നോക്കുമ്പോൾ ഞങ്ങൾ മുണ്ട് മാറ്റുന്ന അവർക്ക് അത്ഭുതം. അവർക്ക് മുണ്ട് മാറ്റൽ ഒന്ന് അയച്ചിട്ടേ കയറി ഉടുക്കാൻ പറ്റും. നമ്മൾ തോർത്തുടുക്കലും മുണ്ട് അയക്കലും ഒരേ സമയത്ത് ചെയ്യും. അതിന്റെ സാങ്കേതിക വിദ്യ അവർക്കറിയില്ല. നമ്മൾ തോർത്തുടുക്കലും മുണ്ട് അയക്കലും ഒന്ന് ചുറ്റിയിട്ട് അതിന് ചൊട്ടി വലിക്കലില്ലേ? ഈ സൂത്രം എന്താണെന്ന് അവർക്കറിയില്ല. അവരിങ്ങനെ നോക്കുക, അതൊന്നും അറിയുന്നത്. മനസ്സിലായോ? എന്തെല്ലാം വേഷങ്ങളാണ്, എന്തെല്ലാം ഭക്ഷണങ്ങളാണ്, എന്തെല്ലാം ആചാരങ്ങളാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ എല്ലാം ഒറ്റക്കല്ലല്ല. ഇന്ത്യ ഭാരത, നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദിയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കറിയുന്ന ഹിന്ദി വാക്ക് മുജേ ഹിന്ദി നെയ് മാലൂം എന്നാണ്. പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് ഇന്ത്യ. അത് പബ്ലിക്കിൻ്റെതാണ്. വീണ്ടും പബ്ലിക്കിന് കൊടുത്തു. റേ എന്ന വാക്കിന് വീണ്ടും എന്നാണ് അർത്ഥം. റേ ലേജെ എന്ന 2 വാക്കുകൾ, ലാറ്റിൻ ഭാഷയിലെ 2 വാക്കുകൾ ചേർത്തിട്ട് ഒരു പദമുണ്ട്, അറിയാവോ? റേ ലേജെ. ലേജെ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക എന്ന്. റേ എന്ന് പറഞ്ഞാൽ വീണ്ടും. വീണ്ടും കൂട്ടിച്ചേർത്ത സാധനമാണ്. ഭക്ഷണത്തിന് വേണ്ടിയും ഭൂമിക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയും പെണ്ണിന് വേണ്ടിയും തമ്മിലടിച്ച് അകന്നുപോയ മനുഷ്യരെ വീണ്ടും കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഒറ്റ ദൈവത്തിന്റെ സന്താനങ്ങളാണെന്ന് പറയാൻ വേണ്ടിയിട്ട് റേ ലേജെ, റിലിജിയൻ എന്ന വാക്ക് അങ്ങനെ ഉണ്ടായിരുന്നു.
മതം എന്ന് പറയുന്നത് അടിപ്പിക്കാനല്ല, അടുപ്പിക്കാനാണ്, കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ്, വെറുക്കാൻ വേണ്ടിയിട്ടല്ല. അതെല്ലാം പോയി അതിന്റെ അർത്ഥം ഒന്നിന്റെയും അർത്ഥം അറിയില്ല, ആർക്കും ആന്തരികാർത്ഥം അറിയുന്നില്ല. അപ്പോ അങ്ങനെ കൂട്ടിച്ചേർത്ത് റിപ്പബ്ലിക്, പബ്ലിക്കിന് വീണ്ടും ഇന്ത്യ കിട്ടി, അതാണ് റിപ്പബ്ലിക്. ആ റിപ്പബ്ലിക് എന്ന് പറയുന്നത് ലോകത്ത് ഒരു രാഷ്ട്രത്തിനും ഇല്ലാത്തൊരു പ്രത്യേകത നമ്മുടെ രാജ്യത്തിനുള്ളത് അതിന്റെ നാനാത്വമാണ്, എല്ലാം ചേർത്ത് നിർത്തലാണ്. അതുകൊണ്ട് അതിർത്തിയല്ല പ്രധാനം, അവിടുത്തെ ജനതയുടെ ഐക്യമാണ് പ്രധാനം. അതിർത്തി നമുക്ക് ഒരുമിച്ച് നിന്ന് പൊരുതാം, ഐക്യമാണ് പ്രധാനം. അതുകൊണ്ട് ആ റിപ്പബ്ലിക്കിന്റെ ഹിന്ദി പാസ്പോർട്ടിൽ എഴുതി വെച്ചാണ്ട്, പാസ്പോർട്ടിൽ ഇന്ത്യ റിപ്പബ്ലിക് എന്ന് അതിന്റെ അടിയിൽ ഭാരത് ഗണരാഷ്ട്രം എന്നാണ്. ഏതാ ഗണം? മനുഷ്യക്കൂട്ടം. അവർക്ക് ഇഷ്ടപ്പെട്ടവനെ ജയിപ്പിക്കാനല്ലേ ഇന്നലെ വോട്ട് ചെയ്ത്. ജനഗണമന അതിനായക ജയഹേ, ജനക്കൂട്ടത്തിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടവൻ ജയിക്കട്ടെ, അതാണ്, അവനാണ് ഭാരത ഭാഗ്യവിധാത. ഭാരതത്തിന്റെ ഭാഗ്യം വിധിക്കേണ്ടത് ജനക്കൂട്ടത്തിന് ഇഷ്ടപ്പെട്ടവനാണ്. അതുകൊണ്ട് ഇന്ത്യ ആരുടേതാ? ഇന്ത്യ റിപ്പബ്ലിക്, രാജ്യമല്ല രാഷ്ട്രമാണ്. A state has 4 elements. രാഷ്ട്രത്തിന് 4 ഘടകങ്ങളുണ്ട്. നമ്പർ 1 അവിടുത്തെ മനുഷ്യരാണ്. നമ്പർ 2 അവർ താമസിക്കുന്ന ടെറിറ്ററി, പോപ്പുലേഷൻ, പീപ്പിൾ, ടെറിറ്ററി. ആ ടെറിറ്ററിന്റെ മേലെ ഈ മനുഷ്യർക്കുള്ള പരമാധികാരം, സോവർണിറ്റി, പരമാധികാരം, അതിന് കാവൽക്കാരാണ് സോൾജിയേഴ്സ്. നമ്മുടേതാണ് ഈ ഭൂമി, അവിടെ വേറൊരാൾക്ക് കയറി ഇരിക്കാൻ പറ്റില്ല, അതാണ് പരമാധികാരം. 4ാമത്തത് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗവൺമെന്റ്. ഈ 4ഉം ചേരുമ്പോഴാണ് രാഷ്ട്രമുണ്ടാകുന്നത്. രാഷ്ട്രവും ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാലും രാഷ്ട്രവുമായിട്ടുള്ള ബന്ധം എന്നാണ് മഹാഭൂരിപക്ഷം രാഷ്ട്രീയക്കാർക്കും അറിയില്ലെന്നാണ് നമ്മുടെ ഒരു ഗതികേട്. രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രം മനുഷ്യക്കൂട്ടത്തിന്റെ ഒരുമയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് രാഷ്ട്രം. രാഷ്ട്രത്തെക്കുറിച്ച് ആദ്യത്തെ നിർവചനം, ലോകത്തെ ആദ്യത്തെ നിർവചനം കാളിദാസന്റെ രഘുവംശം എന്ന കാവ്യത്തിലാണ്. സൂര്യനാകുന്ന ഭരണാധികാരി സൂര്യകിരണങ്ങളാകുന്ന നികുതി പിരിവുകാരെ അയച്ച് പുൽക്കൊടിത്തുമ്പിന്റെ മൂർധാവിലുള്ള മഞ്ഞുതുള്ളികളാകുന്ന മിച്ചമൂല്യത്തെ ടാക്സാക്കി പിരിച്ചെടുത്ത് ആകാശത്ത് മേഘങ്ങളാകുന്ന പ്രൊജക്ടുകൾ, പദ്ധതികൾ ഉണ്ടാക്കി അത് ഈ പുൽക്കൊടിത്തുമ്പുകൾക്ക് തന്നെ വീണ്ടും ആനുകൂല്യങ്ങളായി മഴയായി പെയ്തു കൊടുക്കുന്ന പ്രക്രിയക്കാണ് ഭരണം എന്ന് പറയുക എന്ന് കാളിദാസന്റെ രഘുവംശത്തിൽ പറയുന്നത്. അപ്പൊ അത്തരത്തിൽ രാഷ്ട്രസങ്കല്പത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകണം. സാമൂഹ്യ ബോധമുണ്ടാവണം. എല്ലാറ്റിന്റെയും കുറ്റം പറയുന്നവരായി മാറരുത്, കുറ്റം പറയുന്നവരായി മാറരുത്. നമ്മുടെ കുടുംബത്തിൽ റോഡിലൂടെ അതാരാ പോകുന്നത്? അത് ഗോയിന്, അതേതാ സാധനം, മഹാവൃത്തിയൊട്ടവനാണ്. അതിന്റെ പ്രധാന പോകുന്നത് ബഷീർ, മോനെ ഒന്നിനും കൊള്ളൂല. പഞ്ചായത്ത് മെമ്പർ മഹാബദ്ധം, പ്രസിഡന്റ് തീരെ പോക്ക്, MLA പോക്ക്, മന്ത്രി പോക്ക്, ലോകത്തെല്ലാരും പോക്ക്, ഒരാളേ ഉള്ളൂ ലോകത്ത് നല്ലേ, അതാരാ? ഞാൻ മാത്രം. ഈ ഒരു ചർച്ചകളാണ് നമ്മുടെ കുട്ടികളെ സാമൂഹ്യ വിരുദ്ധരാക്കുന്നത്. സുഗതകുമാരി ടീച്ചറുടെ ഒരു വരി ഓർമ്മിക്കുക, പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ട് ഇവിടെ. പൂന്തോട്ടങ്ങളെ കാട്ടിക്കൊടുക്കണം. നെഗറ്റീവ് മാത്രം. രാവിലെ ഉണർന്നിട്ട് മുന്നിലത്തെ വാതിലൊന്ന് തുറക്കൂ, അമ്മയായാലും അച്ഛനായാലും. നേരെ ടോയ്ലറ്റ് കടി കാണാൻ പഠിപ്പിക്കല്ല കുട്ടികളെ. നേരെ പുറത്തേക്കിറങ്ങും, മുറ്റത്തേക്കിറങ്ങും. ഉദിച്ചു വരുന്ന പ്രഭാതത്തെ, സൂര്യനെ കാണിക്കൂ. അയ്യപ്പ പണിക്കരുടെ ഒരു കവിത ചൊല്ലൂ, പ്രിയതമേ പ്രഭാതമേ വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾക്കുദാരശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ, നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ, വിടരുകില്ല മൊട്ടുകൾ, പ്രണയമില്ല പ്രളയമില്ല, പ്രാണനില്ല പ്രാണിയില്ല, നീ വരാതിരിക്കുകിൽ എന്ന ഒരു കവിത ചൊല്ലു. ഒരു പാട്ട്, പ്രഭാതത്തെ പറ്റി എത്രയെത്ര പാട്ടുകളുണ്ട്, അറിയപ്പെട്ട പാട്ടുകൾ. ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല. പാടിക്കൂടെ പ്രഭാതത്തിൽ? ഇത് രാവിലെ എണീറ്റ നമ്മളെ പണി, നമ്മളെ സ്ത്രീജനങ്ങളുടെ പണി ഇസ്രായേലിലെ പട്ടാളക്കാരെ പണിയെടുക്കും. ഇസ്രായേലിലെ പട്ടാളക്കാർ രാവിലെ ഉറക്കം ഗാസയിലേക്ക് 3 മിസൈലിന് തീ കൊടുത്തിട്ട് അവർ പല്ല് കയറുമ്പോൾ 3 മിസൈലിന് തീ കൊടുക്കും. നമ്മൾ നേരെ പോയിട്ട് 3 തീ കൊടുക്കും, 3 അടുപ്പും തീ കൊടുക്കും. ഇതല്ല, തിന്നാനുള്ളതല്ല, മനസ്സിന്. പ്രഭാതത്തിൽ മനസ്സുണർത്താൻ ഒരു 10-15 മിനിറ്റ് മക്കളോടൊത്ത് വരാന്തയിലും മുറ്റത്തും ഇറങ്ങിയിട്ട് ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കിയിട്ട്, മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ നോക്കിയിട്ട്, അവിടെ പറന്നു വരുന്ന പൂമ്പാറ്റകളെ നോക്കിയിട്ട്, അവിടുത്തെ തുമ്പികളെ നോക്കിയിട്ട്, ഉൾക്കൊടിത്തുമ്പിന്റെ മൂർധാവിലെ മഞ്ഞുതുള്ളിയിൽ സൂര്യകിരണങ്ങൾ തൊടുമ്പോ ആ മഞ്ഞുതുള്ളി ചുവന്നു വരുന്നത് കാട്ടിക്കൊടുക്കുമ്പോ സ്വർഗം കാണാം നിങ്ങൾക്കവിടെ.
ആ മഞ്ഞതുള്ളി ചുവന്നു വരുന്നത് കാട്ടിക്കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ടൂറും പൈസയും ചെലവാക്കി ടൂറിന് പോകുന്നു, നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് അത്ഭുതങ്ങളുണ്ട്. ആ മഞ്ഞതുള്ളി ചുവന്നു വരുന്നത് കാണാൻ, ആസ്വദിക്കാൻ. ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു, പകലിൻ മാറി ദിനകരകരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു എന്ന് പാട്ട് പാടിക്കൊടുത്തൂടെ മക്കൾക്ക്? ഇതൊന്നും പാടിക്കൊടുക്കാതെ രാവിലെ തന്നെ നീക്കണ മൂരീനെ തെളിക്കുമ്പോലെ നീക്കണ പരീക്ഷല്ലേ പഠിക്കണ ഓടണ ചാടണം. എന്തൊരു വൃത്തികെട്ട വീടുകളാണ് നമ്മുടെ വീടുകൾ മിക്കതും. പശുവിനെ വളർത്തുന്ന വീടുകൾ, മനുഷ്യന്റെ ആർദ്രതയെ വളർത്തുന്ന, മനുഷ്യ സ്നേഹം വളർത്തുന്ന, ഐ ആം ഓക്കെ യു ആർ ഓക്കെ എന്ന കുട്ടികളുടെ അടിസ്ഥാന ഭാവം വളർത്തുന്ന വീടുകളായി, കുടുംബങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങളെ മാറ്റണം. ഇത് അഹന്ത വളർത്തുന്ന ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ. പിന്നെയോ ചിലതുണ്ട് എല്ലാറ്റിനും കുറ്റം. അടുക്കളയിൽ സഹായിക്കാത്തതിന് പരാതി പറയുന്ന അമ്മമാര് കുട്ടി ഏതെങ്കിലും സഹായിക്കാൻ ഒരു ഗ്ലാസ് കൈ കൊണ്ടുവച്ചാൽ അത് ആടിയാ വെക്കുക, അൽമാരിയിൽ വെക്കുക. അൽമാരിയിൽ വെച്ച് നോക്കിയാലോ അത് മലത്തിട്ട് വെക്കുക, കുമ്പിടുത്തിട്ട് വെക്കുക. ഈ കുറ്റമേ പറയും. 50-ൽ 45 മാർക്ക് വാങ്ങിയാൽ ആ 45 ഷെയ്ക്കൻഡ് കൊടുക്കൂല, ആ 5 ഏതാ പോയേ അതാ കണക്കറിയുന്നത്. അതേതാ തെറ്റിച്ച് കിട്ടാത്ത 5-നാ വില, കിട്ടിയ 45-ന് വിലയില്ല. ആ കുട്ടിക്ക് തോന്നുക ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ. എന്നെ ഒന്നിനും കൊള്ളൂല, അപകർഷതാബോധം. എന്നെ ഒന്നിനും കൊള്ളൂല, നിങ്ങളെല്ലാം വലിയ ആള്. വേറെ 4ാമത്തെ ടീമുണ്ട് കേട്ടോ, ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ. ഞാനും പോക്ക, നിങ്ങളും പോക്ക, മൊത്തം പോക്ക. ഈ ഭാവങ്ങളിൽ നമ്മുടെ മക്കളെ വളർത്തുക. നമ്മുടെ മക്കള് നമ്മളും കുഴപ്പമില്ല നിങ്ങളും കുഴപ്പമില്ല, ഐ ആം ഓക്കെ യു ആർ ഓക്കെ എന്ന മനോഭാവത്തിൽ വളർത്തി ആ രാഷ്ട്രബോധത്തിലേക്ക്, മനുഷ്യരൊത്തുചേരുന്ന ആ ബോധത്തിലേക്ക്, രാജ്യസ്നേഹത്തിലേക്ക്. രാജ്യസ്നേഹത്തിന്റെ അടിത്തറ മനുഷ്യസ്നേഹമാണ്. രാജ്യസ്നേഹത്തിന്റെ അടിത്തറ മനുഷ്യസ്നേഹമാണ്. ഒരു കഥയുണ്ട്, തമാശ കഥയാണ്, ഞാൻ പറയാം. മനുഷ്യസ്നേഹമാണ് രാജ്യസ്നേഹമാണ് പ്രധാനം. ലോകത്തെ ഐക്യരാഷ്ട്രസഭയുടെ സംയുക്ത സേനാ സംഘം ആകാശത്തൊരു ആഫ്രിക്കയില് കലാപം നടക്കുന്നിടത്തേക്ക് പോവുക. പെട്ടെന്ന് ആകാശത്തുനിന്ന് പെട്ടെന്ന് പൈലറ്റ് വിളിച്ചു പറഞ്ഞു വിമാനത്തിന്റെ ഒരു എഞ്ചിൻ പ്രവർത്തിക്കുന്നില്ല. അപ്പോ ഭയങ്കര ടെൻഷനായി, ബഹളമായി. ഇപ്പം പോവും, വിമാനം പോവും. എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ പറഞ്ഞു ഒരു എഞ്ചിൻ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു എഞ്ചിന് 300 ആളെയും കൊണ്ട് പറക്കാം. അപ്പൊ നോക്കുമ്പോ തൂക്കം 3 ആളെ തൂക്കം കൂടുതലുണ്ട്. 3 ആള് ചാടിയാൽ ബാക്കി 300 ആള് രക്ഷപ്പെടും. 3 ആള് ചാടിയില്ലെങ്കിൽ 303 മരിക്കും. ആര് ചാടും? അപ്പൊ അമേരിക്കയും റഷ്യയും തമ്മിൽ ഭയങ്കര ശീതസമരം നടക്കുന്ന കാലത്ത് അമേരിക്കക്കാരൻ അപ്പോൾ ചാടി, റഷ്യക്കാരന് ചാടി. പിന്നെ എല്ലാവരും ഇന്ത്യക്കാരനെ നോക്കുന്നത്. 100 കോടി മനുഷ്യരില്ലേ? അപ്പൊ ഇവൻ വിചാരിച്ചു ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. ഇവൻ ഒരൊറ്റ വിളി ഭാരത് മാതാ കീ ജയ് എന്ന് പറഞ്ഞിട്ട് ഒരു പാകിസ്ഥാൻകാരനെ പിടിച്ച് തള്ളിയിട്ടു. അങ്ങനെ ഒരു തമാശ കഥയും. അതായത് രാജ്യസ്നേഹം എന്ന് പറയുന്നത് മനുഷ്യ സ്നേഹത്തിൽ അടിത്തറയിൽ കെട്ടിപ്പടുത്തതായിരിക്കണം, അല്ലാതെ കേവലമായ അതിർത്തി തർക്കങ്ങളല്ല. അതൊക്കെ വേണം. യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് മനുഷ്യനോ അടിയും മനുഷ്യനല്ലേ ഇവിടെയും മനുഷ്യനല്ലേ എന്ന് വിചാരിച്ചാലൊന്നും യുദ്ധം നടക്കില്ല. പക്ഷേ വിശാലമായ കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അത്തരത്തിൽ വിശാലമായ കാഴ്ചപ്പാടുള്ള കുടുംബങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടും മഞ്ഞിലും മലയിലും കാട്ടിലും കടന്ന പൈസ ഉണ്ടല്ലോ, ഈ ശമ്പളം ഉണ്ടല്ലോ, ആ ശമ്പളം ഉപകരിക്കാൻ പറ്റുന്ന കുട്ടികളെ സൃഷ്ടിക്കണം. അത് മൂക്കിൽ വലിക്കുന്ന കുട്ടിക്ക് ഇപ്പൊ ഒന്ന് ലുലു പോയിട്ട് വരാൻ 1 ലക്ഷം തരുമെന്ന് ചോദിക്കുന്ന കുട്ടികളായി. 1 ലക്ഷം നമുക്ക് മൈസൂർ ടൂർ പോവാൻ 100 രൂപ തരായിട്ട് ഒരു ദിവസം മുഴുവൻ വീട് കാര്യത്തിനെയാണ് കിട്ടുന്നത്. 100 രൂപ മൈസൂർ ടൂർ പോവാൻ 100 രൂപയ്ക്ക് കിട്ടായി. ഇപ്പൊ ലുലുവിൽ പോണം 1 ലക്ഷം തരുമോ എന്ന് ചോദിക്കുന്ന കുട്ടികളാണ്. നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട പൈസ കുട്ടികൾക്ക് മൂക്കിൽ വലിക്കാനേ ഉണ്ടാവും. അങ്ങനെ മൂക്കിൽ വലിക്കുന്ന കുട്ടികൾ ഉണ്ടാക്കിയ നമ്മൾ അധ്വാനിച്ച വെറുതെയാവും. അതുകൊണ്ട് കുട്ടികളെ പണത്തിന്റെയും ജീവിതത്തിന്റെയും കുടുംബത്തിന്റെയും രാഷ്ട്രത്തിന്റെയും മൂല്യം എന്തെന്ന് ബോധ്യപ്പെടുത്തണം. പുതിയ കണ്ടെത്താൻ എക്സ്പ്ലോർ ചെയ്യുന്ന മൈൻഡ് ഉണ്ടാവണം. ഇംപ്ലോർ ചെയ്യരുത്. എല്ലാം തരും, ദൈവം തരും, വരം തരും, അത് വരം തന്നാൽ ആയിക്കോളും എന്ന് പറഞ്ഞ് പോകരുത്. അവരുടെ ആത്മവിശ്വാസം വളർത്തണം നമ്മുടെ കുടുംബങ്ങളിൽ. കഴിഞ്ഞ SLC റിസൾട്ട് ഇപ്പൊ വരാതെ ആയല്ലോ. കഴിഞ്ഞ വർഷം SLC റിസൾട്ട് വരുന്ന ദിവസം ഞാൻ കൂത്തുപറമ്പിലേക്ക് വരുമ്പോൾ കൈതേരി നീലക്കരിങ്കാളി അമ്പലത്തിൽ ഭയങ്കര തിരക്ക്. എന്താ ഇന്ന് വിശേഷമെന്ന് ഞാൻ അവിടുത്തെ വാദ്യക്കാരനോട് വിളിച്ചു ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു SLC റിസൾട്ടായിട്ട് കുട്ടികളെല്ലാം ഫുൾ A+ വേണ്ടി 100, 500, 200 എല്ലാം ഇട്ട് പ്രാർത്ഥനയാണ്. ഞാൻ ഒറ്റ ചിരിയിരിച്ചു സാറിന്. ഇപ്പൊ എന്റെ മോനുണ്ട്, മോൻ ഇപ്പൊ +2 പരീക്ഷ ചെയ്തു. മോൻ ചോദിച്ചു അച്ഛനെന്തിനാ ചിരിച്ചേ? ഞാൻ പറഞ്ഞു ഇവന്റെ ഈ പ്രാർത്ഥിച്ചോന്റെ എല്ലാം SLC പേപ്പർ വാല്യുവേഷൻ 2 ആഴ്ച മുമ്പ് കംപ്ലീറ്റ് ആയി. അത് മുഴുവൻ പേപ്പറിലേക്ക് പകർത്തി ടാബുലേഷൻ നടത്തി, അത് മുഴുവൻ കമ്പ്യൂട്ടറിൽ അടിച്ചു കയറ്റി.
ഇന്ന് വൈകുന്നേരം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി 3 മണിക്ക് എൻ്റർ ബട്ടൺ അമർത്തി അത് നെറ്റിൽ അപ്ലോഡ് ആവും. ലോകത്തിന്റെ 7 നോന് റിസൾട്ട്. അപ്പൊ ഇവർ 500 ഇട്ടിട്ട് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ നീലക്കരിങ്കാലി 3 മണിക്ക് റിസൾട്ട് എൻ്റർ ബട്ടൺ അമർത്തുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് എത്തിയില്ല, പിന്നെ കാര്യമില്ല. അപ്പൊ വന്ദേ ഭാരതിനെ പൊട്ടി ആടെ പോയിട്ട് ഈ കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് അറിയാണ്ട് ഇതിനകത്ത് കയറാൻ പറ്റും. അപ്പൊ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തിട്ട് അകത്ത് കയറിയിട്ട് ഇവൻ എഴുതാത്തതിന് മാർക്കിട്ട് കൂട്ടിക്കൊടുത്തിട്ട് മാർക്ക് തട്ടിപ്പ് നടത്തുന്ന ആളാണ് ഈ ദൈവമെന്ന് ഇവനോട് ആരാ പറഞ്ഞ? പരീക്ഷന്റെ തലേ ദിവസം ഭഗവാനെ ഞാൻ പഠിച്ചതെല്ലാം ഓർമ്മിപ്പിക്കണേന്ന് പ്രാർത്ഥിച്ചോട്ടെ, അതിൽ തെറ്റില്ല. റിസൾട്ട് വരുന്ന ദിവസം 500 രൂപ കൊടുത്താലേ ഫുൾ A+ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണോ ദൈവം? ആണോ? അങ്ങനെയുള്ള ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ അവനവന്റെ കർമ്മത്തെ വിശ്വാസം ഇല്ലാതെ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കലാണെന്ന തെറ്റിദ്ധാരണയാണ് നമ്മുടെ രാജ്യം. ഇത്രയും വലിയ സാഹിത്യകൃതികളൊക്കെ മഹാഭാരതവും രാമായണത്തിലുള്ള സാഹിത്യകൃതികളുടെ ഇന്ത്യ അമേരിക്കയെ അപേക്ഷിച്ച് ഇത്ര പുറകോട്ട് പോയതിന്റെ കാരണം അവനവനിൽ വിശ്വാസവും എക്സ്പ്ലോർ ചെയ്യുന്ന അധ്യാപനം നടത്താത്തതാണ്. പുതിയ പുതിയ ചോദിച്ച് ഉത്തരം കണ്ടെത്താൻ കഴിയണം. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവുക. ചോദ്യങ്ങൾ ചോദിക്കുന്ന മാഷന്മാർ പറയുന്ന മുഴുവൻ വിശ്വസിക്കരുത്. മോന്റെ പേരെന്താ? സോനു. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ൽ. ഏത് സ്കൂളാ? പരിയാരം. പിന്നെ എന്റെ അച്ഛൻ എത്ര മക്കളുണ്ട്? ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. 1, 2, 3 എന്നുള്ള എണ്ണമില്ലേ? അതിൽ 1 വലുത് 2 വലുത്? 2അല്ലേ? എന്റെ അച്ഛന്റെ 1ാമത്തെ മോനാരാ? രണ്ടാമത്തോ ആരാ വലുത്? 1അല്ലേ? അപ്പൊ വീട്ടിലെത്തുമ്പോ 1 വലുത്, സ്കൂളിൽ നിന്ന് മാഷ് പറഞ്ഞ് 2 വലുത്. അത് തെറ്റല്ലേ? അതേതാ ശരിയെന്ന് ഞാനിവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയതാണ്. കണക്കിന്റെ മാഷോട് ചോദിക്കണം. വീട്ടിലെത്തുമ്പോ 1 വലുത്, സ്കൂളിലെത്തുമ്പോൾ 2 വലുത്. ചോദ്യങ്ങൾ ചോദിക്കണം. മനസ്സിലായോ? ലോകത്തെ ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി ആരാന്നറിയാമോ? മാഷ് പറഞ്ഞ കണക്ക് തെറ്റാന്ന് പറഞ്ഞു. 1, 1, 2, 2, 1, 3 കണക്ക് പഠിപ്പിക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീകണ്ഠാപുരം വഴി അങ്ങനെ വരുന്ന ഇരിക്കൂർ പുഴ ഇങ്ങനെ വരുന്നു. 2 പുഴയും ചേർന്നിട്ട് പിന്നെ 2 പുഴയല്ലല്ലോ, വലിയ പുഴയല്ലേ ഉണ്ടാകുന്നത്. അപ്പൊ 1 കൂട്ടിയാ ഇമ്മണി ബല്യൊന്നെന്ന് പറഞ്ഞാൽ വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്നത്. അതുകൊണ്ട് മാഷ് പറഞ്ഞ ഉത്തരം നിങ്ങൾക്ക് ബോധ്യമായാൽ മാത്രമേ അംഗീകരിക്കാവൂ കേട്ടോ. ബോധ്യമാവുക, അങ്ങോട്ട് ചോദിക്കുക. ചോദ്യം ചോദിക്കുന്ന കുട്ടിയാണ് നല്ല കുട്ടി. അത്തരത്തിൽ ചോദ്യം ചോദിക്കാനുള്ള കരുത്തുണ്ടാക്കുന്ന കുടുംബങ്ങളെ സൃഷ്ടിക്കുക. അത്തരത്തിൽ നിങ്ങളുടെ ഈ സോൾജിയേഴ്സ്, നിങ്ങളുടെ എല്ലാ ഈ കേരളത്തിലെ ഭാരതത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടി നിങ്ങളുടെ സേവനത്തിന് ഞാൻ ഒരു നല്ല നമസ്കാരം സമർപ്പിക്കുന്നു. നിങ്ങളുടെ ഈ കൂട്ടായ്മ, ആ കൂട്ടായ്മ നല്ല സർഗാത്മകമായ കാര്യങ്ങൾക്ക്, ചാരിറ്റബിൾ വർക്കിന്, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ അല്ലാതെ പുറത്തുള്ളവരുടെയും ഒക്കെ സാമൂഹ്യ സേവനത്തിനും അവരുടെ മാനസിക സന്തോഷത്തിനും അതുപോലെ വികാസത്തിനും വേണ്ടി ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മനോഹരമായ സൈനിക കൂട്ടായ്മ സംഘടിപ്പിച്ചതിന്റെ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് ആ പരിപാടിക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് ആൾ അല്ലെ കൂടി അതിയാവനം നടത്തി അല്ലെ. ഈ സീറ്റിനേക്കാൾ കൂടുതൽ ആൾ വന്നാണ് ഇവരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചത്. എന്തായാലും അതിൽ സന്തോഷമേ ഉള്ളൂ. കൂടുതൽ ആളുകൾ വന്നു എന്നതിൽ അങ്ങനെ ഒത്തുചേർന്ന എല്ലാ കുടുംബാംഗങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും എന്നെ കേട്ടതിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.